പേര് ഞാൻ പറയുമ്പോൾ അവരെ മുഖം ഇങ്ങനെ മനസ്സിൽ വരുന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്ന ഈ നാട്ടുകാരൊക്കെ. ചെറിയ കുട്ടികൾക്ക് ഒരു പക്ഷെ അങ്ങനെ പരിചയം ഉണ്ടാകണമെന്നില്ല. നമ്മൾ പരിചയമില്ലാത്ത രണ്ടാളുകളെ പറ്റിയല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ എന്റെ വേദനയിലേക്ക് വരുമ്പോൾ ടി ടി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ നോക്കൂ, മഹാനവറുകളോടുകൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോ, ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോ പരിശുദ്ധ ദീനിന് എതിരായ യാതൊരു വർത്തമാനവും, ഒരു കറാഹത്ത് പോലും അദ്ദേഹത്തിന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, അന്നത്തെ വഖഫ് മന്ത്രിനെ കാണാൻ വേണ്ടി ഞാനും ടി ടി അബ്ദുള്ള കുട്ടി മുസ്ലിയാരും തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ വഖഫ് ബോർഡിൽ ആ മെമ്പർമാരെ ചേർക്കുമ്പോൾ നമുക്ക് പ്രാതിനിധ്യം, അന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രാതിനിധ്യം തരാറില്ല. അതൊക്കെ ഇപ്പൊ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അപ്പൊ അന്നത്തെ വഖഫ് മന്ത്രിയോട് വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് അതിന് ഒരു മെമ്പർമാരെ തരണം, അത് മലപ്പുറം ജില്ലയിൽ നിന്ന് അനുവദിച്ചു തരണം എന്നാവശ്യപ്പെടാൻ ടി ടി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ ഞാനും തിരുവനന്തപുരത്തേക്ക് യാത്ര പോവുകയാണ്. മലപ്പുറത്ത് നിന്ന് KSRTC ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. വേറെയും 1-2 ആളുകൾ ഞങ്ങളെ കൂടെയുണ്ട്. തിരുവനന്തപുരത്ത് എത്തുമ്പോ സുബൈന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ എന്റെ ബാഗിൽ ബ്രഷൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ നോക്കാതെ ഒളു ഉണ്ടാക്കി പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇടുകയാണ്. ടി ടി ഉസ്താദിനെ കാണാനില്ല. അപ്പൊ അദ്ദേഹം പല്ല് തേക്കുക. അങ്ങനെ വേഗം പല്ല് തേച്ച് ഒളു ഉണ്ടാക്കി അദ്ദേഹം ഇമാമായി നിസ്കരിച്ച ശേഷം ഞാൻ ബ്രഷ് ചെയ്തില്ല എന്ന് കണ്ട അദ്ദേഹം എന്നോട് പറഞ്ഞു, അസംമുലിയരെ, ബ്രഷ് മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്കുമ്പോ, ഒളു ചെയ്യുമ്പോൾ അങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ട് നിസ്കരിക്കുമ്പോ അതിനൊരുപാട് പുണ്യമുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാനിവിടെ പറയല്ല. പുണ്യങ്ങൾ മിസ്വാക്ക്, അത് എനിക്കറിയാത്ത മസലയായതുകൊണ്ടല്ലപ്പത്. മിസ്വാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയില്ലേ. എന്റെ ഉമ്മത്തികൾക്ക്, പിറകെ വരുന്ന ഉമ്മത്തികൾക്ക്, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ ഉമ്മത്തികൾക്ക് ബുദ്ധിമുട്ട് വരും എന്ന് ഞാൻ ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാനിത് നിർബന്ധമായി കൽപ്പിക്കാത്തത്. എന്ത്, ഓരോ കാര്യം തുടങ്ങുമ്പോഴും അത് അവസാനിക്കുമ്പോഴും ബ്രശ്യം എന്ന് ഞാൻ നിങ്ങൾക്ക് നിർബന്ധമാക്കാത്തത് പിൻകാലത്ത് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പേടിച്ചത് കൊണ്ടാണ്. ആ വാക്കിൽ തന്നെ മനസ്സിലായി, നമ്മള് ഒളു ചെയ്യുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം, മിസ്മാക്ക് ചെയ്യണം എന്നത്. അതെനിക്കറിയാത്ത കേസല്ല. പക്ഷെ സുബൈ വാങ്ങി കൊടുത്ത ശേഷം ഇറങ്ങിയപ്പോ ഇനിയിപ്പോ ബാഗ് തുറന്ന് എടുത്ത് പല്ല് തേച്ച് അങ്ങനെ സുബൈന്റെ സമയത്ത് തെറ്റുമെന്നുള്ള ഭയം കൊണ്ട് പെട്ടെന്ന് ഒന്നുണ്ടാക്കി ഞാൻ പള്ളി കയറുമ്പോ ബഹുമാനപ്പെട്ട ടി ടി ഉസ്താദ് വളരെ പെട്ടെന്ന് ബ്രഷ് ചെയ്തുകൊണ്ട് ഒളു ചെയ്തുകൊണ്ട് പള്ളി കയറി നിസ്കാരം കഴിഞ്ഞിട്ട് എന്നോട് പറയാണ്, ബ്രഷ് മിസ്മാക്ക് അത് ചെയ്ത് ഒളു കൊടുത്തുകൊണ്ട് നിസ്കരിക്കണം. അതാണ് അതിന്റെ താമ്, അതിന്റെ കാമ്യത അതാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നോട് പറയാൻ. നോക്കൂ, നിങ്ങൾ അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ഞാൻ ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോ അത് എന്നോട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പ്രേരിപ്പിക്കുന്നു. ഇതാണ് ടി ടി അബ്ദുള്ള കുട്ടി മുസ്ലിയാർ. മഹാനവറുകൾ ഏത് നാട്ടിലെത്തിപ്പെട്ടാലും 5 വഖത്ത് ഫർള് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക, ഇതിൽ കണിശമാണ്. ഇപ്പൊ ഞാനൊക്കെ സ്ഥിരമായി ഗൾഫ് പോകുന്ന ആളാണ്. മിക്ക ദിവസങ്ങളും എന്റെ യാത്രന്റെ ഇടയിൽ റൂമിന്ന് ജമ്മും കൊസറാക്കിയിട്ടോ ജമ്മാക്കിയിട്ടോ അല്ലെങ്കിൽ കാമിലാക്കിയിട്ടോ നമ്മൾ മിക്ക ദിവസങ്ങളൊക്കെ ഈ വിദേശ യാത്രയിൽ റൂമിൽ നിന്നാണ് നിസ്കരിക്കുക. ടി ടി കുട്ടി മുസ്ലിയാർ, ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരിക്കലും അദ്ദേഹം റൂമൊന്നും നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. അതേ പള്ളിയിൽ പോവുക, അവിടെ ജമാഅത്തായി നിസ്കരിക്കുക. അങ്ങനെ മദീന സായിദിൽ SYSന്റെ മലപ്പുറം ജില്ലയ്ക്ക് അബുദാബി ചാപ്റ്റർ ഒരു കമ്മിറ്റി ഓഫീസുണ്ട്. അതിനും പേര് വാദിസലാം എന്ന് തന്നെയാണ്. അബുദാബി മദീന സായിദിലാണ് അത് പ്രവർത്തിക്കുന്നത്. അവിടെ ഞാനും ടി ടി അബ്ദുള്ള കുട്ടി മുസ്ലിയാരും കാലങ്ങളോളം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2-3 തവണയും ഞങ്ങൾ വാദിസലാമിൽ സംഘടിക്കാറുണ്ട് അബുദാബിയിൽ. എന്നാൽ മഹാനവറുകള് അവിടെ കൃത്യമായി കുറച്ച് ദൂരം അങ്ങ് നടക്കണം. ഒരു പള്ളിയിലേക്ക് അദ്ദേഹം ജമാഅത്തിന് പോകാറുണ്ട്. അദ്ദേഹം പോകുന്നത് കണ്ട് ഞാനും എന്തായി, അദ്ദേഹത്തിനോടൊപ്പം അവിടെ ഉണ്ടാകുമ്പോൾ ജമാഅത്തിന് പോകും. അങ്ങനെ ഞാൻ കണ്ട കാഴ്ച, അദ്ദേഹം ളുഹർ നിസ്കരിക്കാൻ പോയ പള്ളി ഞാനും അദ്ദേഹത്തോടൊപ്പം പോയപ്പോ ആ ഇമാമ തല മറച്ചിട്ടില്ല.
തലമറക്കാത്ത ഇമാമാണ് അവിടെ പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ സലാം വീട്ടി, അത് അദ്ദേഹത്തെ ആദ്യം അറിയില്ല. സലാം വീട്ടി നമ്മൾ അവിടെ നിസ്കാരം നടക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടാളും കാര്യം ചെയ്യണേ. ഞങ്ങൾ തുടർന്ന് സലാം വീട്ടി നോക്കുമ്പോൾ ഇതേ തലമറക്കാത്ത ഇമാമാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞിട്ട് ടി ഉസ്താദ്, ഞാനും കൂടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇമാമിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് തലമറക്കണില്ല എന്ന്. അപ്പൊ ഇദ്ദേഹം തലമറക്കുന്ന വിരോധമുള്ളൊന്നല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ അതിനുള്ള ഒരു ഇബാറത്ത് ഞാൻ അങ്ങനെ എവിടെയും കണ്ടില്ല, അത്ര വിവരമേ ഉള്ളൂ. ഈജിപ്തുകാരനാണ്, ഖുർആൻ ഓതാൻ പഠിക്കുമ്പോഴാണ് ഇമാമാകുന്നത് അവിടെ, അല്ലാതെ മസല അടിച്ചിട്ടല്ല. ഞാൻ അങ്ങനെ ഒരു ഇബാറത്തും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ ടി ഉസ്താദ് ചോദിക്കുന്നു, എനിക്ക് ഞാൻ ഏതെങ്കിലും ഒരു ഇബാറത്തിന് സംബന്ധമായി കാണിച്ചു എന്നാൽ തലമറക്കൂ? ഓക്കെയാണ്. അസർ നിസ്കരിക്കാൻ പോകുമ്പോൾ നേരത്തെ പോവാ ടി ഉസ്താദ് കയ്യിൽ ഫത്തുൽ മുഈൻ എടുത്തിട്ടുണ്ട്. ഫത്തുൽ മുഈന് അയാൾ പള്ളിനെ ഓഫീസ് സംഘടിപ്പിച്ചു, അതുമായിട്ട് അസർ ജമാഅത്തിന് പോണേ. അസർ ബാങ്ക് കൊടുത്തപ്പോഴെത്തി ജമാഅത്തിന് മുമ്പ് ഈ ഫത്തുൽ മുഈൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആദ്യം ഫത്തുൽ മുഈനെ പറ്റി വിശദീകരിച്ചു കൊടുത്തു. ഇബ്നുൽ ഹജറുൽ ഹൈതമിയെ നീ കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് സൈനുദ്ദീൻ മഖ്ദൂം. അദ്ദേഹത്തിന്റെ കിതാബാണ് ഈ കിതാബ്. പിന്നെ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പ്രാഥമികമായി പഠിപ്പിക്കുന്ന ഫിഖ് ഗ്രന്ഥമാണ്. നീ ഈജിപ്തിൽ ഈ അൽ അസ്ഹറിൽ പോയിട്ടില്ലേ? നീ അവിടെ പോകുമ്പോൾ അവിടുത്തെ ലൈബ്രറി നോക്കണം, അവിടുത്തെ കിതാബ് ഓതുന്ന കുട്ടിയോട് ചോദിക്കണം. ഈ ഫത്തുൽ മീൻ അവിടെ സെറുക്കപ്പെട്ട കിതാബാണ്. ആ ഫത്തുൽ മീൻ ഞാൻ എന്റെ മുന്നിൽ വെക്കുന്നത് ഇബാറത്ത് മറിച്ചു കൊടുത്തപ്പോ ഈ ഇമാമ് നിഷേധിച്ചില്ല. അദ്ദേഹം പിന്നെ അന്ന് അസറിന്റെ റൂമിൽ പോയിട്ട് തൊപ്പിയിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇമാമത്ത് തീർന്നത്. ഇതാണ് ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ. താൻ ചെയ്യുന്ന കാര്യം ആരുടെ മുന്നിലും എവിടെയും ചെയ്യുക. ചെയ്യുന്ന കാര്യം വേറെ ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഉപദേശിച്ചുകൊണ്ട് അവരെ ചെയ്യിപ്പിക്കുക. ഇത് ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരായ. നോക്കൂ, കക്കാട് മുദരിസ, കക്കാട് പള്ളി അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പള്ളിയൊന്നുമല്ല. അതിന്റെ പ്രസിഡന്റൊക്കെ നമ്മളെ എതിരാളിയാണ്. പക്ഷേ ആ പള്ളിയിൽ അദ്ദേഹം മുദരിസായി നൂറുകണക്കിന് കുട്ടികൾക്ക് ദർസ് നടത്തുന്ന ആ സമയത്ത് നോക്കൂ, താൻ തന്റെ ആദർശത്തിൽ ഞാൻ ഖമറുൽ ഉലമ AP ഉസ്താദിനെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്, ആ മുശാവറയിലെ മെമ്പറാണ്. അത് സങ്കോചത്തോടു കൂടെ തന്നെ പറഞ്ഞ് എല്ലാ വിഭാഗം ജനങ്ങളെ പ്രാതിനിധ്യമുള്ള മഹല്ലിലും എല്ലാവരും തൃപ്തിയോടും പൊരുത്തത്തോടും കൂടെ അദ്ദേഹം ജോലി ചെയ്തു എന്നത് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുകയാണ്. അദ്ദേഹം ആ പള്ളിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, രാത്രി പൊതുപരിപാടികൾ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ കണ്ട കാഴ്ച, ഇപ്പൊ ഈ സുലൈമാൻ ഉസ്താദ് നമ്മളെ സമസ്തന്റെ പ്രസിഡന്റ്, നിങ്ങൾ നോക്കൂ മഹാനവറുകളുടെ സ്ഥിതി എന്താണ്. ഞാൻ മഹാനവറുകളെ ഒന്ന് ഇതുവഴി വാതിന് പോകുമ്പോ ഒരു വ്യാഴാഴ്ച, അപ്പോ ആ ഉസ്താദിന്റെ പള്ളിയിൽ നിന്ന്, അവിടുത്തെ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചാൽ ഉസ്താദുമാവിന് സലാമാക്കാന്ന് വിചാരിച്ച് ലക്ഷ്യം വെച്ചിരുന്നു ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് അവിടെ മഗ്‌രിബ് നിസ്കാരം സലാം വീട്ടി ദുആ നടക്കുക. ഞാൻ ബാക്കിൽ ജമാഅത്തായി പിന്നെ രണ്ടാമത് മഗ്‌രിബ് ജമാഅത്തായി നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ചപ്പോഴേക്ക് പള്ളിയിലുള്ള ആളുകൾ ഇറങ്ങിപ്പോയി. സുലൈമാൻ ഉസ്താദ് ഖിബിലക്ക് മുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് എന്തോ ചെല്ലുകയാണ്. തോണ്ടാൻ പറ്റുമോ? എനിക്ക് ഉസ്താദിനെ ബഹുമാനിക്കണ്ട്. എനിക്കാണെങ്കിൽ ഉസ്താദിനോട് അത്യാവശ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ബാക്കിൽ പൊട്ടു, എനിക്ക് പ്രസംഗിക്കാൻ പോകുമ്പോഴാണ് ഉസ്താദ് തിരിഞ്ഞു നോക്കണില്ല. ഇശാന്റെ ബാങ്ക് കൊടുക്കാൻ മുക്കരിക്കാൻ മയക്കം ഇങ്ങനെ മുട്ടുമ്പോഴാണ് മൂപ്പക്കണത്. അപ്പൊ തിരുമ്പോൾ എന്നെ കാണുന്നത്. അപ്പോഴാ മൂപ്പര് കയ്യെന്ന് കണ്ട് എപ്പോഴെങ്കിലും വന്ന് ചോദിക്കണത്. നിങ്ങൾ ആലോചിക്കണം, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു ദുനിയാവിന്റെ കലാമിലേക്കും പോകാതെ വിറുതുകളിലായി മാത്രം ഇരിക്കുക എന്നത് സൂഫിയാക്കളായ പണ്ഡിതന്മാരെ പ്രധാന ഇബാദത്തിൽ ഒന്നാണ്. അതിൽ ഏറെ മുന്നിലായിരുന്നു ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ. കക്കാട് പള്ളിയിൽ ഞാൻ മഹാനവറുകൾ, ഞാനെന്ന് പറഞ്ഞാൽ ആള് എനിക്കൊന്നും ഇത്തരം ആദില്യങ്ങളോട് സഹവസിക്കാൻ ഇലുമില്ലാത്ത ആളാണ്. പക്ഷെ എന്റെ പ്രസ്ഥാനത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇത്തരം മഹാന്മാരായ പണ്ഡിതന്മാരോടൊപ്പം സുഹൃത്തുക്കളായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. മർഹൂം കുഞ്ഞുമോൻ വൈസി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. കുഞ്ഞുമോൻ വൈസി സുഹൃത്ത് എന്ന് ഞാൻ പറയുമ്പോ, എന്നേക്കാൾ എത്രയോ വയസ്സുള്ള ആള്,
എത്രയോ വലിയ പണ്ഡിതൻ, എത്രയോ വലിയ ആലിമീങ്ങളെ ഉസ്താദ്. പക്ഷേ സംഘടന എന്ന കുടുംബത്തിൽ അദ്ദേഹം ഞാനും സഹപ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രവർത്തിച്ചാണ് ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ. മഹാനായ ടി അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരുടെ ബന്ധപ്പെട്ട ഒരു സെക്കൻഡിൽ പോലും അള്ളാഹുവിന്റെ ദീനിന് എതിരായി എന്താണ് ആ മൂല്യാർ അപ്പറയുന്നത്, എന്താണ് ആ മൂല്യാർ അങ്ങനെ ചെയ്തത് എന്ന് തോന്നുന്ന ഒരു കലിമത്തോ ഒരു ഹറക്കത്തോ എനിക്ക് ടി ഉസ്താദ് ഉണ്ടായിട്ടില്ല. അതാണ് ആ പണ്ഡിതന്റെ ഏറ്റവും വലിയ കഴിവ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ മരണം നിങ്ങൾ നോക്കി 5-ന് ഏറാൻ ചെയ്ത്, അതായത് പിന്നെ 9-ന് അറഫ ലക്ഷ്യം വെച്ച് യൗമത്തർവീയുടെ ദിവസം 8-ന് മിനായിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഏറാമലായി ധൃതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൊഴഞ്ഞു പോകുന്നത്. അങ്ങനെ അങ്ങ് മൗത്താകുക. എവിടേക്കാ ധൃതി പോണത്? അറഫ. എത്രയോ ഹജ്ജ് ചെയ്ത് വർഷം ഹജ്ജ് ചെയ്യാണ്. ഈ ഹജ്ജിന് പുതുക്കൊന്നുമില്ല, എല്ലാ വർഷവും ടി ഹജ്ജിന് പോകും. ഇപ്പൊ ആ നിരക്ക് ഹജ്ജിന് പോവുകയാണ്. അപ്പോഴും ആ പോക്ക്, ഞാൻ അങ്ങനെ ഒരു പോക്കുന്ന ഒരാളെ പിന്നെ കണ്ടത് താജുൽ ഉലമയാണ്. താജുൽ ഉലമ എത്രയോ പ്രായമായ ലാസ്റ്റ് ഹജ്ജിന് പോയപ്പോ വരെ നമ്മൾ കണ്ട് എല്ലാ ഹജ്ജും മഹാനവൾ ചെയ്തു. എന്നാൽ അവിടുത്തെ പ്രായവും ക്ഷീണവും പരിഹരിച്ചുകൊണ്ട് ആ കല്ലേറിന്റെ ദിവസങ്ങളൊക്കെ വെട്ടിച്ചുരുക്കാം, മിനയിൽ തങ്ങുന്ന ദിവസങ്ങൾ വെട്ടിച്ചുരുക്കാം. പക്ഷെ അതൊന്നും ചെയ്യൂല. കാമിലായ മിനായിൽ നിൽക്കുകയും എല്ലാ ദിവസവും, അതായത് ദുൽഹിജ്ജ 9-ന് ഉഹൂറിന്റെ മുമ്പ് താജുൽ ഉലമ അറഫയിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ മഗ്രിബ് സൂര്യൻ ആ പോകുന്ന ആ വെയിലുണ്ട്, പോക്ക് വെയില്, അത് ശരീരത്തിൽ തട്ടി ദ്വാരക്കുക എന്നാണ് അറഫയിലെ ദ്വാരക്കുന്നതിന്റെ ഏറ്റവും ബെറ്ററായ സമയം. അത് ലക്ഷ്യം വെച്ച് ആ ദ്വാ നടത്തിയിട്ട് പിന്നൊരു നടത്താണ് താജുൽ ഉലമ. കാറ് അതിനൊന്നും കത്തുക്കൂല. നേരെ മഗ്രിബ് വീശി ജമ്മും കസറാക്കി നിസ്കരിച്ചിട്ട് മഗ്രിബിന് ശേഷം അതാ നടക്കുന്നത് എവിടേക്ക്? മുസ്ദലിഫയിലേക്ക് ഒരു നടത്താണ്. മുസ്ദലിഫയിൽ വന്ന് ആളുകളെ കണ്ണിപ്പെട്ട ആൾക്കാർ തിരക്ക് കൂടൂലേ, അതുകൊണ്ടൊരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്ന് ഇബാദത്തിലായി കഴിഞ്ഞ് അവിടുന്ന് കല്ലും പൊറുക്കിയിട്ട് 2 കയ്യിലും കല്ലിങ്ങനെ പിടിച്ചിട്ട് തുണി കഴിഞ്ഞാടാതെക്കാൻ വേണ്ടി തോർത്തും കൊണ്ടുകൊണ്ട് അരക്കൊരു കെട്ടും കെട്ടിയിട്ട് താജുൽ ഉലമന്റെ പോക്ക് കാണണം. നമ്മള് 90 വയസ്സ് കഴിഞ്ഞ താജുൽ ഉലമ കല്ലെറിയാൻ വേണ്ടി പോലെ ഇങ്ങനെയാ പോലെ ആ ഒരു പോക്കാണ്ട് പോയിട്ട് നേരെ സുബഹി മുസ്ദലിഫയെ നിസ്കരിച്ച് കല്ലും പൊറുക്കിയിട്ട് ജംറത്തുൽ അഖബന്റെ അടുത്ത് വന്ന് കല്ലങ്ങ് എറിയ. പിറ്റത്തെ എല്ലാ രാത്രിയും മിനയിൽ താമസിക്കുക, ളുഹറിന്റെ ശേഷം തന്നെ കല്ലെറിയ. എല്ലാം സമാപിച്ച് ലാസ്റ്റ് കല്ലേറിന്റെ അന്ന് അതെല്ലാം കഴിഞ്ഞ് അസറോടുകൂടെ ഇങ്ങോട്ട് ഹറമിലേക്ക് നടന്നു പോയിരുന്ന താജുൽ ഉലമനെ എത്രയോ വർഷം ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് അപ്പൊ പിന്നെ ക്ഷീണം മറക്കലാണ്. ഒരിക്കൽ മഹാനബി ഉസ്താദ് താജുൽ ഉലമയുടെയും ദുബൈ മർക്കസിൽ വന്നു. അപ്പൊ അവര് എങ്ങോട്ട് പോവാണെങ്കിൽ ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് ഇബ്രാഹിം നബിയുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാം. താജുൽ ഉലമ മർക്കസ് ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ കുരച്ചിട്ട് പേടിപ്പെടുത്തുന്ന കുരക്ക്. എത്ര ഒഴിഞ്ഞു കൊടുത്തിട്ടും കുര നിൽക്കണില്ല, ശ്വാസം കിട്ടണില്ല. പോവേണ്ട എയർപോർട്ടൊക്കെ ഇബ്രാഹിം നബിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ. അപ്പൊ ഞാൻ എ.പി. ഉസ്താദിനോട് ചോദിച്ചു, ഈ നിലക്ക് ഈ കുരക്കണ ഈ മനുഷ്യനെ, ഈ ശ്വാസം കിട്ടാത്ത തങ്ങൾ പാപ്പാന് എന്താ നിങ്ങൾ അവിടെയൊക്കെ കൊണ്ടുപോയി കാട്ടാന്ന് ചോദിച്ചു. മൂപ്പര് കുറച്ചോട്ടെ, മൂപ്പരോട് സിയാറത്ത് എന്ന് പറഞ്ഞു നോക്കിയാ നിങ്ങൾ. സിയാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു വരി ഉണ്ടാവില്ല. ഇപ്പോ ആ കൊര നിങ്ങൾ കാര്യാക്കണ്ട. മൂപ്പര് കൂടെ സിയാറത്തിന് പോന്നു കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല, ഒരു വക്കത്തിനും ഒരു പഴമുണ്ടാവില്ല. ഇബാദത്ത് എന്ന് കേട്ടാൽ അവർക്ക് അരം കൂടലാണ്, അവർക്ക് ശക്തി കൂടലാണ്. ആ വലിയ നിരകളിൽപ്പെട്ട ആളുകളെയാണ് നാം അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ടി ഉസ്താദൊക്കെ. അവരൊക്കെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വെള്ളിലെ മുഹമ്മദ് ഫൈസി നിങ്ങൾ നോക്കൂ, എന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഗദ്ദെ മഹാനവറുകള് നമ്മളുമായി ഒന്നിച്ച് പല സംഘടനാ സംവിധാനങ്ങൾ ഒരുമിച്ച് നീങ്ങിയ ആളുകളാണ്. മാത്രമല്ല ഗൾഫ് സന്ദർശനങ്ങളിലും ഞങ്ങൾ നിരന്തരം ഒന്നിച്ച് നിൽക്കുന്ന ആളാണ്. ഒരു ശല്യവും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ. അതേ നമുക്ക് വെള്ളിലെ മുഹമ്മദ് ഫൈസിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കൂ, ഉറ്റുറ്റ് നോക്കിയാൽ പട്ടും പരിക്കൻ എന്നൊരു പഴമൊഴിയുണ്ട്. ഉറ്റുറ്റ് നോക്കുകയാണെങ്കിൽ പട്ടും പരിക്കനാണ്. അതായത്
അതിലും നമുക്ക് പരിക്കത്തരം കാണാൻ കഴിയും. എന്നാൽ ഞങ്ങളെപ്പോലുള്ള ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരുപാട് പോരായ്മകൾ നിങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പാകപ്പിഴവുകളും പാഠമുണ്ടാവും. എന്നാൽ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരും ഒരാൾക്കും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു കുറ്റവും പറയാൻ കഴിയാത്ത ആളായിരുന്നു വെള്ളില മുഹമ്മദ് ഫൈസി. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനോട് അദ്ദേഹത്തിന് വലിയ വിശ്വാസവും വലിയ ബഹുമാനവും ആദരവും അദ്ദേഹം വെച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. സംഘടനാ പ്രവർത്തന ഇബാദത്തായി അദ്ദേഹം ഏറ്റെടുത്തു. മക്കളെ, നിങ്ങൾ നോക്കൂ, ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെ ഇറങ്ങുന്ന മലയാളി പ്രസിദ്ധീകരണങ്ങളിൽ ഏറ്റവും തിളക്കമാർന്ന പ്രസിദ്ധീകരണ റിസാല മാസികയാണ്. ഇവിടെ നമ്മുടെ റിസാല വാരിക, അവിടെ റിസാല മാസികയാണ്. അതിന്റെ സർക്കുലേഷൻ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയധികം GCCയിൽ കോപ്പിയുള്ള മലയാളത്തിലെ തിളക്കമാർന്ന റിസാല. കേരളത്തിലും ഈ ആഴ്ചപ്പതിപ്പ് ഏറ്റവും സർക്കുലേഷനുള്ള ഒരു വിദ്യാർത്ഥി സംഘടന ഇറക്കുന്ന ആഴ്ചപ്പതിപ്പുകളിലും പ്രസിദ്ധീകരണങ്ങളിലും ഏറെ സർക്കുലേഷനുള്ള ഏക വാരിക റിസാലയാണ്. എങ്കിൽ ഈ റിസാല തന്റെ നിസ്കാരത്തിനെ പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ മറ്റൊരു ഇബാദത്തായി കണ്ട് യാഥാർത്ഥ്യമാക്കിയതാണ് വെള്ളില മുഹമ്മദ് ഫൈസി. നോക്കൂ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ഖബർ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് പാങ്ങിൽ പഴയ ജുമാഅത്ത് പള്ളി. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വർഷങ്ങളോളം ദർസ് നടത്തിയ പരിശുദ്ധ പള്ളിയാണ് പാങ്ങ് ജുമാഅത്ത് പള്ളി. പാങ്ങ് വരുന്നതിന് മുമ്പ് അതേ മാസികയിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റാഫി മീഡിയ DC ആയെന്ന് തോന്നുന്നില്ലേ? മൈക്കിലേക്ക് ഒരു 1-2 അല്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? റാഫി മീഡിയ മൈക്കിലേക്ക് ഒരു ഹലോ. റാഫി മീഡിയ കേൾക്കുന്നുണ്ടോ? മൈക്ക് ലിസ്റ്റ് ചെയ്യുന്നു, മൈക്കിലോട്ട്. സാദാത്യങ്ങളും പ്രമുഖരായ നേതാക്കളും ഏറെയുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ഈ കേരളം, ഈ മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ലയിൽ SYSന്റെ പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞ എത്രയോ ആളുകളെ കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്ന വലിയ ബാധ്യതയാണ് ഈ നേതാവിനുള്ളത്. അതെല്ലാം ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. ഒരാളും എന്ന ഒരു വാക്ക് പറയേണ്ടതായ ഒരു പ്രവർത്തനവുമില്ലാതെ അദ്ദേഹം മാതൃകാപരമായി ജീവിച്ചു. ഞങ്ങളൊക്കെ ഒന്നിച്ച് അന്തിയുറങ്ങി, പല രാത്രിയിലും പകൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. ഗൾഫിൽ ഞങ്ങൾ ഒന്നിച്ച് പര്യടനം നടത്തി. ഒരേ പ്രസ്ഥാനത്ത് ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു. നമ്മളെയൊക്കെ ഭാഗ്യയാക്കിക്കൊണ്ട് അദ്ദേഹം ഹജ്ജിന് പോകുന്ന സമയത്ത് അദ്ദേഹം മദീനയിലേക്കുള്ള യാത്രയിൽ ആക്സിഡന്റിലായി വഫാത്താവുകയാണ് ചെയ്തത്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ മാസം അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ േണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ചെറുസോല കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ കേരളത്തിലെ ആലിമീങ്ങൾക്ക് മാതൃകയായിരുന്ന 4 മദ്ഹബുകളിലും നിഷ്പ്രയാസം ഫത്വ കൊടുക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ ഫഖീഹായിരുന്ന ഷോല ഉസ്താദ് നാട്ടിൽ വെച്ച് ഈ ഹജ്ജിന്റെ സീസണാണ് നമ്മോട് വഫാത്തായി പോയത്. അവിടുത്തെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആ മഹാന്മാരൊക്കെ ഓർക്കുകയും അതിനോടൊപ്പം ഈ സ്ഥാപനം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി തുടക്കം മുതൽ സ്ഥലം തരികയും സഹായിക്കുകയും ചെയ്ത ആദ്യകാല പ്രവർത്തകന്മാരിൽ നല്ലൊരു വിഭാഗം മരിച്ചുപോയി.
സ്മരിക്കാൻ വേണ്ടിയാണ് വെള്ളിരയുടെ ഈ ആണ്ട് 13ാമത്തെ ആണ്ടിന്റെ ഭാഗമായി നാം ഈ പരിപാടി നടത്തുന്നത്. അൽഹംദുലില്ലാഹ്, ഇവിടെയുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ ഈ പരിസര പ്രദേശങ്ങളിലെ കുട്ടികളൊക്കെ ഈ പരിപാടിക്ക് വന്നു, നാട്ടുകാർ വന്നു എന്നത് വലിയ സന്തോഷമാണ്. ഇത്ര വന്നാൽ പോലെ നിങ്ങൾ ഇത് വർഷത്തിൽ നമ്മുടെ ഒരു പരിപാടിയായി, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കും കൂടി ദ്വാരക്കുന്ന ഒരു പരിപാടിയായി ഇതൊരു അടുത്ത വർഷം മുതൽ 14ാമത്തെ ആണ്ട് മുതൽ ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഈ പരിസര പ്രദേശങ്ങളിലെ സംഘ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം അതിന് ലീസ്റ്റ് വായിക്കാൻ ഒരു അരമണിക്കൂർ എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ, അതൊന്നും സമയം വയ്ക്കല്ല. നമ്മളെ സഹകാരികളും സഹായികളുമായ ആളുകൾക്ക് ദുആ ചെയ്യുന്ന ഈ പരിസര പ്രദേശങ്ങളിലെ സംഘ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ദ്വാരക്കുന്ന ഒരു വേദിയാക്കി ഇതിനെ നിങ്ങൾ വലുതാക്കി എടുക്കണമെന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മരിച്ചുപോയവരെ പറ്റി നല്ലത് പറയുന്നത് കേട്ടില്ലേ? നമ്മളും മരിക്കേണ്ടവരല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ അതിനാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ പൈസ കിട്ടുന്നുണ്ട് എന്ന്? അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഓർക്കൊക്കെ പ്രവർത്തിക്കാം, ഓർക്ക് അതിന് വരുമാനമുണ്ട്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. വയല് പറയാൻ പോകുന്ന ആളുകൾക്ക് ഒരു വണ്ടി ചെലവിന് സംഘാടകർ കൊടുത്തു പോകുന്നത് ഒഴിച്ചാൽ ഈ സംഘടനാ മീറ്റിങ്ങുകൾക്കൊന്നും ആർക്കും ഒരാളും എവിടൊന്നും കൈമടക്ക് തരുന്നില്ല. കൈമടക്കിന് വേണ്ടിയുള്ള പ്രവർത്തനമല്ല. നോക്കൂ, ഒരു സംഘടനാ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എത്രയോ മരണ വീടുകളിൽ പോകേണ്ടി വരുന്നു, എത്രയോ രോഗികളെ സന്ദർശിക്കാൻ പോകേണ്ടി വരുന്നു. അതൊക്കെ നമ്മുടെ സാമൂഹ്യ മര്യാദയാണ്. ആ മര്യാദകൾ നമ്മൾ ചെയ്യുന്നൊന്നും കാശിനല്ല, അതെല്ലാം ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒരു സന്തോഷം പങ്കുവെക്കാനും അതുവഴി സ്വർഗം കിട്ടാനുമാണ്. ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ നോക്കൂ, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ്, ദീനിന് വേണ്ടി പ്രവർത്തിക്കലാണ്. ദീനിന് വേണ്ടി പ്രവർത്തിക്കാത്ത ആളുകൾക്ക് എപ്പോഴും ക്ഷീണായിരിക്കും, കുഴക്കായിരിക്കും, ആവിയും കുഴക്കുമായിരിക്കും, അങ്ങനെ ആവിട. നിങ്ങൾ നോക്കൂ, ഒരു പണിയും ചെയ്യാത്ത മനുഷ്യന്മാര് അവരെ ഒരു ദിവസത്തെ ജീവിതം വീഡിയോ ഗാഫറെ വിളിച്ചിട്ട് ഒരു വീഡിയോ സെറ്റ് തന്നെ വിളിച്ചിട്ട് ഒരു ദിവസത്തെ ഈ ജീവിതം നീ ഒന്ന് റെക്കോർഡാക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ റെക്കോർഡാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കോമഡി ഒന്നും കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളെ കേസറ്റ് തന്നെ കണ്ടുകാണ്ട് ഇങ്ങനെ ചിരിക്കാൻ പറ്റും. എന്തൊക്കെ അധികം ആൾക്കാരും ചെയ്യുന്നത്, വെറുതെ കുത്തിരുന്നാണ്ട് ഉണരിങ്ങനെ പൊട്ടിക്കണം. ബനിയകുപ്പായം കഴിച്ചാൽ പള്ളം ഇങ്ങനെ വിഞ്ഞുകാണ്ട് ഇങ്ങനെ ഉണലിങ്ങനെ പൊട്ടിക്കാം. താടിയുള്ള ആൾക്കാർ താടി അങ്ങോട്ടാക്കുക ഇതൊക്കെ, അല്ലെങ്കിൽ മൂക്കിലെ മുടി ഇങ്ങനെ പറിച്ച് അതിങ്ങനെ കൊടയാ ഇങ്ങനെ. എന്തിനാ ഇത്രയധികം സമയം കിട്ടണോ ചോദിച്ചാൽ വേറെ പണിയില്ലാത്തവനാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ വീട്ടിൽ കയറി വരുമ്പം വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ കുട്ടികളാരോ തല കറങ്ങിയത് വീണ് നിൽക്കും. ആ തല കറങ്ങി വീണാൽ അവിടെ ആരെങ്കിലും അപ്പൊ താടി തടവാ നിൽക്കും, ഇങ്ങനെ ആക്കാൻ നിൽക്കും? ഇല്ല, വേഗം ഓട്ടോറിക്ഷ വിളിച്ച് അതിനെ ആശുപത്രിയിൽ എത്തിക്കും. ഇന്ന് അങ്ങനെ ചെയ്തു. പിറ്റേന്ന് അങ്ങനെ ആരും തല കറങ്ങി വീണിയില്ലെങ്കിൽ പിന്നെ എന്താ ഓട്ടോറിക്ഷ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇത് മാന്തലും ചോരയും ഉടൽ പൊട്ടിക്കലും മാത്രമേ പണി ഉണ്ടാകാം. പിന്നെ ആവി ഇങ്ങനെ ഇട്ടന്നെ. ഒരു പണിയില്ലാത്തവനെ ഇവരീസ് കൂട്ടുന്നു കണ്ട് ആവി തരും, ആവിപ്പണി തരും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് കോട്ടുവായ അതിനപ്പി ആവി അറിയില്ലേ? കോട്ടുവായി ഇടാൻ തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി ശൈത്താനിർ റജീം എന്ന് ചൊല്ലിയിട്ട് കൈ ഇങ്ങനെ മലത്തി ഇങ്ങനെ പിടിക്കണം, കമഴ്ത്തി പിടിക്കണം നിങ്ങൾ കൈ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. പിന്നെ അയാൾ ആവിടൂല. അതേസമയം കോട്ടുമായി വരുമ്പോ അങ്ങനൊന്നും ചെയ്യാത്ത ആൾക്കാർ പിന്നെ ഇതിങ്ങനെ ഇടലായിരിക്കും, ഇങ്ങനെ അയാൾക്ക് വേറെ പണിയില്ല, വേറെ പണിയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിനൊന്നും സമയം കിട്ടില്ല. ആരെയുണ്ടോ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്താൽ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട എത്തി ഉസ്താദ് അവറുകളൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ആയുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ മഹാനവറുകൾക്ക് ഒരു കുഴക്കില്ല, ഒരു ക്ഷീണമില്ല, ഒരു വേദനയില്ല, ഒരു പെരടി കളിച്ചിലില്ല, ഒരു മുട്ടുവേദനയില്ല? നിങ്ങൾ ആരെയും മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. ഈ സംഗതികളൊക്കെ അദ്ദേഹത്തിനുണ്ട്.
നിങ്ങൾക്ക് എന്തൊക്കെ കടച്ചിലുണ്ട്, എന്തൊക്കെ വേദനയുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, അതെല്ലാ മഹാനവറുകൾക്കുമുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളുടെ പേരിൽ ഇരിക്കാൻ സമയമല്ല. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, എന്റെ ജീവിതത്തിൽ നിങ്ങൾ നോക്കൂ, ഉസ്താദിനെ കാണേണ്ട ഒരു അത്യാവശ്യം ഒരു രാത്രി ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തപ്പോ രാത്രി 10 മണിക്കാണ് മർക്കസിൽ വരാൻ പറഞ്ഞത്. ഞാൻ അവിടെ എത്തിയപ്പോ 10:30 മണിയായിപ്പോയി. ആ സമയത്ത് അവിടുത്തെ ഒരു മുത്തായിദിന് പറഞ്ഞു ഉറങ്ങിപ്പോയി. അപ്പോ ക്ഷീണുണ്ട്, ഉറങ്ങിപ്പോയത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയിപ്പോ ഉസ്താദിനെ കാണണമെങ്കിൽ സുബ ഇവിടെ നിൽക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അരമണിക്കൂർ വൈകിയത് ശരി തന്നെ, ഒരു ശ്രമം നടത്തി നോക്കുമെന്ന് ചോദിച്ചു. അല്പം കഴിഞ്ഞ് ആ കുട്ടിനെ വിളിക്കുകയാണ്, ഉസ്താദ് വിളിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോ ഉറങ്ങിയിട്ടില്ല. ഇത് കൊതുകിന്റെ വലയും മൂടി പൊതിച്ചിട്ട് കാല് താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. കാലിന്റെ അടിക്ക് നോക്കുമ്പം വലിയൊരു വട്ടപാത്രം, അതിൽ നിറയെ ചൂടുള്ള വെള്ളം, അതിൽ 2 കാലും പൊതിർത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കുട്ടി പറഞ്ഞ എന്താ ഉറങ്ങാന്ന്. ഞാൻ ചെന്ന് നോക്കുമ്പോ ഉറങ്ങിയിട്ടില്ല. കട്ടിലിൽ ഇരുന്ന് 2 കാലും പാത്രത്തിൽ വെച്ച് ഇങ്ങനെ കാല് പൊതിർത്തിയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ പത്? അപ്പൊ പറഞ്ഞു, നീര് 2 കാലും കൊണ്ട് തടിച്ചിട്ട് എത്ര വലുപ്പണ്ടിനങ്ങൾ നീര് കെട്ടിയിട്ട് വീർത്തുപോയി. പരീക്ഷയാണെങ്കിൽ അടുത്തും ചെയ്ത് കുട്ടികൾക്ക് നാളെ ദർശനം നടത്താൻ ഇരിക്കാൻ വയ്യോ എന്നൊരു പേടി. അപ്പോ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനത്തെ ഒരു AP ഉസ്താദ് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും പ്രസന്ന വദനായി വരുന്ന AP ഉസ്താദിനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അദ്ദേഹത്തിനും രാത്രിയിലെ ഏറ്റവും വൈകിയ യാമങ്ങളിൽ ഒന്ന് കണ്ണു ചിമ്പാൻ നോക്കുമ്പോ നീര് കെട്ടി വീർത്ത ക്രാല്, അതിന്റെ നീര് വേണ്ടി അല്പനേരം ചൂടുള്ള വെള്ളത്ത് കാല് പുതിർത്തിയിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേദനയും കടച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. നിങ്ങൾ നോക്കുകയാണ് ഇപ്പൊ മഹാനവറുകളുടെ വയസ്സ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇത് ഞാൻ പറയുമ്പം നിങ്ങൾ ആവേശപൂർവ്വം ആമീൻ പറയുന്നു. ഒരു 35 വയസ്സായ ആൾക്കാണ് ഇങ്ങനെ ദീർഘായുസ് കിട്ടെ എന്ന് നമ്മൾ ദ്വാരക്കണമെങ്കിൽ നമ്മളെ മനസ്സിലുണ്ടാവും, ആവറേജ് വയസ്സുണ്ടല്ലോ ഒരാൾക്ക് 70. അയമാറ് ഉമ്മത്തി മാബൈന സിത്തീന ഔ സുബഈൻ. എന്റെ ഉമ്മത്തികൾ ആവറേജ് പ്രായം 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെ ഉസ്താദിന് 35 ആയിട്ടുള്ളൂ. അതുകൊണ്ട് ധൈര്യസമയം ആമീൻ പറയാ, 30 കൂടി ബാക്കി ചെയ്താലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ നമുക്കൊരു ആവേശം ഉണ്ടാകാറുണ്ട്. എന്നാ 35-ന്റെ ഡബിൾ കഴിഞ്ഞ ഒരാൾക്ക് വേണ്ടിയാണ് നമ്മൾ ആമീൻ പറയുന്നത്. എന്തിനാ നമ്മൾ അറിയണത്? കുറച്ചു കാലം കൂടി അദ്ദേഹം ജീവിച്ചാൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിന് അത് ശക്തി പകരും. നിങ്ങൾ നോക്കൂ, തന്റെ ആയുഷ്കാലം ഇത്രയധികം അദ്ദേഹം നീട്ടിവെച്ചത് ആലിമീങ്ങൾക്ക് ഇസ്സത്തുണ്ടാക്കാനും അതുപോലെ അടിസ്ഥാന വിഭാഗമായ പാവങ്ങൾക്ക് 2 വിദ്യാഭ്യാസം ഉണ്ടായി സമുദായത്തിന് ശക്തി പകരാനുമാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്. എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രമം എന്താണെന്നറിയോ? ഇന്ത്യയിലെ ഭാവി ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. 75 വയസ്സായ ഒരാള് ഒരു തെങ്ങിൻ തൈ നടുമ്പോൾ പോലും അയാൾക്ക് പ്രതീക്ഷ ഉണ്ടാകൂല. അതിന്മേൽ നാളികേരം ഉണ്ടാകുമ്പോൾ എനിക്ക് ഉപകരിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടാവൂല. എന്നാൽ ബഹുമാനപ്പെട്ട AP ഉസ്താദ് നോളേജ് സിറ്റിക്ക് വേണ്ടി പറയുമ്പോ ആ സിറ്റിയിൽ നിന്നുണ്ടാകുന്ന ആനുകൂല്യങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും കിട്ടുമെന്ന പ്രതീക്ഷയല്ല. അതേ സമയത്ത് എന്റെ രാജ്യത്ത് ജീവിക്കാൻ പോകുന്ന ജനങ്ങൾക്ക് അത് ഉപകരിക്കുമെന്ന് നിരക്കാം. നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ സകല മേഖലകളിലും കാവ്യവൽക്കരണം സമ്പൂർണമായി കൊണ്ടിരിക്കുകയാണ്. കാവ്യവൽക്കരണം സമ്പൂർണമായി കൊണ്ടിരിക്കുന്നു. പ്രതിരോധിക്കേണ്ട മതേതര കക്ഷികളും ചിന്നിച്ചിതറി തകരുന്നു. അവരും ഒരു വാർഡിന് വേണ്ടി, ഒരു മണ്ഡലത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങളെ മറക്കുന്നു, കാവ്യവൽക്കരണത്തെ മറക്കുന്നു. എന്നാൽ ഈ രാജ്യത്തിന് നിങ്ങൾക്കറിയോ, ഏതൊരു മനുഷ്യനും പ്രതിപട്ടികയിൽ ചേർക്കപ്പെടാൻ എമ്പാടും സാഹചര്യം. പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടവന് കോടതിയിലും നിരപരാധിത്വം തെളിക്കണമെങ്കിൽ ഒരു സുപ്രീം കോടതിയിലെ ഒരു വക്കീലും ഒരൊറ്റ ആർഗ്യുമെന്റിന് വരണമെങ്കിൽ ചുരുങ്ങിയത് അയാൾ ഒരൊറ്റ കേസിന് വരാൻ 2 ലക്ഷം അദ്ദേഹം
അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നാൽ തന്നെ അദ്ദേഹം വരുമെന്നതിന് തെളിവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജൂനിയറിന് 1 ലക്ഷം ഉറുപ്പിക വേറെ കൊടുക്കണം. 3 ലക്ഷം ഉറുപ്പിക രാത്രി ഈ വക്കീലിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കാത്തു നിൽക്കണം. നാളെ പ്രഭാതത്തിൽ കേസ് വരുമ്പോ എന്റെ കേസ് വാദിക്കാൻ വക്കീല് വരുമോ എന്ന്. അങ്ങനെ എത്ര ആർഗ്യുമെന്റ് വരുന്നോ അതിനൊക്കെയും ഇത്ര ലക്ഷങ്ങൾ കൊടുക്കുകയും വിധി വന്നാൽ നേരത്തെ നിശ്ചയിച്ച ലക്ഷങ്ങൾ വേറെ കൊടുക്കുകയും ചെയ്യണം. ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കോടതി ചെലവാണ് ഇന്ന് വരുന്നത്. ഇവിടെ എന്തുകൊണ്ട് ന്യായത്തിനൊപ്പം നിൽക്കുന്ന നീതിയെ അംഗീകരിക്കുന്ന വക്കീലന്മാർ എന്റെ സമൂഹത്തിൽ ഉണ്ടാകണം. അവിടെയാണ് നോളേജ് സിറ്റിയിൽ നമ്മൾ ആദ്യമായി പണിയുന്നത്. നോളേജ് സിറ്റിയിൽ ആദ്യത്തെ സംരംഭമാണ് ലോ കോളേജ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, എത്രയോ പണക്കാർ ഈ സമൂഹത്തിലുണ്ട്. അവർ കോഴി മുട്ടക്കടയിരിക്കുന്ന മാതിരി ഈ പണത്തിന് അടയിരിക്കുകയാണ്. ഈ പണം എന്റെ സമൂഹത്തിന് ഉപകരിക്കാൻ അവരുടെ പദ്ധതികളൊന്നുമില്ല. ഇവിടെ വലിയ അധികാര കസേരയിലിരിക്കുന്ന ആളുകൾക്കും ഈ രാജ്യത്തെ പാവങ്ങളെ പറ്റി ഓർമ്മയില്ല. അവിടെയാണ് എന്റെ ഭാരതത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾ ന്യായമായി ചോദിച്ചു വാങ്ങാൻ ഉത്തരവാദിത്തപ്പെട്ട ജഡ്ജിമാരും വക്കീലന്മാരും അതുവഴി ഉയർന്ന ജഡ്ജിമാരും ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇതാ പ്രവർത്തിക്കുകയാണ്. എക്കാലത്തിന്റെ തീങ്ങാനയും ശരീഅത്ത് കോളേജും പോരല്ലോ എന്ന നിലയ്ക്ക് അദ്ദേഹം ലോ കോളേജിന്റെ പണി ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മർക്കസിലെ മുദർരിസായിക്കൊണ്ട് തന്നെ നമ്മുടെ ലോ കോളേജിലെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ സഖാഫികൾക്ക് അഡ്വക്കറ്റുമാരാകാൻ അതുവഴി ജഡ്ജിമാരാകാനുമുള്ള ഒരു സംരംഭം നമ്മുടെ രാജ്യത്ത് അദ്ദേഹം ഒരുക്കുന്നു. അതുപോലെ നോളേജ് സിറ്റിയിൽ വിഭാവനം ചെയ്യുന്ന IT പാർക്കുണ്ട്. IT പാർക്ക് സാധ്യമായാൽ ഏറ്റവും ചുരുങ്ങിയത് 20,000 ആളുകൾക്ക് ജോലി കിട്ടുന്ന പ്രോജക്റ്റാണത്. പാവങ്ങൾക്ക് ജോലി കിട്ടാൻ ഏറ്റവും ആവശ്യമായ ഒരു പ്രോജക്റ്റാണ് നോളേജ് സിറ്റിയിൽ IT പാർക്ക്. അതുപോലെ അവിടെ 3 മെഡിക്കൽ കോളേജുകൾ. മെഡിക്കൽ കോളേജിൽ കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും അത് രോഗികളെ പിഴിഞ്ഞ് കാശുണ്ടാക്കാനുള്ള ആശുപത്രി. അല്ല സഹോദരന്മാരെ, ആശുപത്രിയെ പറ്റി ഇപ്പൊ ചിന്തിക്കുന്നില്ല. നോളേജ് സിറ്റി ചിന്തിക്കുന്നതും വിഭാവനം ചെയ്യുന്ന 3 മെഡിക്കൽ കോളേജുകളാണ്. ഈ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരെ വാർത്തെടുക്കുന്ന മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടാക്കുന്നത്. എന്റെ മുന്നിൽ കിടക്കുന്ന ഈ രോഗി ഇതെന്റെ ഉമ്മയെപ്പോലെ, എന്റെ ഭാര്യയെപ്പോലെ, എന്റെ പെങ്ങളെപ്പോലെ വേദനയുള്ള ജീവനുള്ള രോഗിയാണ് എന്ന് മനസ്സിലാക്കുന്ന തിരിച്ചറിഞ്ഞ് പെരുമാറുന്ന ഡോക്ടർമാർ വാർത്തെടുക്കുന്ന 3 മെഡിക്കൽ കോളേജുകളാണ് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളുമായി മഹാനവർ മുന്നോട്ട് പോകുമ്പോൾ ആവിയിടാൻ സമയം കിട്ടുന്നില്ല. ഊരവേദന എന്ന് പറഞ്ഞ് കുത്തിരിക്കാൻ സമയം കിട്ടുന്നില്ല. സംഘടനാ പ്രവർത്തനത്തിന്റെ മുന്നിട്ടിറങ്ങിയാൽ അങ്ങനെയാണ്. എല്ലാവർക്കും ഹിമ്മത്ത് വരും. മരണം വരുമ്പോ അതതിന്റെ സമയത്ത് അങ്ങ് വന്നുകൊള്ളും. പ്രവർത്തകനായി മരിച്ചുകൊള്ളും. വെള്ളില മുഹമ്മദ് ഫൈസി ഒരു ദിവസം പോലും വിശ്രമിച്ച് മരിച്ചില്ല. ടി അബ്ദുള്ള കുട്ടി മുസ്ലിയാരും ഒരു നിമിഷം അദ്ദേഹം വിശ്രമിച്ചുകൊണ്ട് മരിച്ച തങ്ങളുടെ കർമ്മഭൂമിയുടെ ഒഴുക്കിൽ നിന്നുകൊണ്ട് സമയമായപ്പോൾ മരിക്കുകയാണ്. ആ നിരക്ക് മരിക്കാനാണ് നമ്മളും തീരുമാനിക്കേണ്ടത്. മരണവും ഇസ്ലാമിക പ്രവർത്തനവും കൂട്ടി വായിക്കേണ്ടതില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, എന്തിപ്പോ മൂപ്പർ അങ്ങനെ മരിച്ചു, നല്ല പ്രവർത്തനം നടത്തുന്ന ആളായിരുന്നു, എന്തിപ്പോ ഇങ്ങനെ മരിച്ചു? ആ ചോദ്യം അപ്രസക്തമാണ്. പ്രവർത്തനവും മരണവും തമ്മിൽ ബന്ധമില്ല. നമ്മളെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ മരണത്തിന്റെ തീയതി കുറിച്ചിട്ടുണ്ട്. തീയതി കുറിച്ചു എന്ന് മാത്രമല്ല, ഒരു പള്ളിയിൽ ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിസ്കരിക്കാൻ വേണ്ടി എത്തിയവന് ചോദിക്കാൻ ഒരു സാഹചര്യമുണ്ട്, എപ്പോഴാണ് ജമാഅത്ത് എന്ന്. കാരണം ബാങ്ക് കേട്ടിട്ടുള്ളൂ. അതേ സമയത്ത് ബാങ്കിന്റെ ശേഷം ഇഖാമത്തും കൂടി കേട്ട ഒരാള് ഇവിടെ എപ്പോഴാണ് ജമാഅത്ത് എന്ന് ചോദിക്കാൻ പാടില്ല. ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ ജമാഅത്ത് ഉടനെ ആരംഭിക്കുകയാണ്. എന്നാൽ ബാങ്കും ഇഖാമത്തും ഇല്ലാത്ത ജമാഅത്താണ് മയ്യത്ത് നിസ്കാരം.
എന്റെ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും ഇല്ലാതെയായത്? അത് നേരത്തെ കൊടുത്തുപോയി. ഓരോ മനുഷ്യനെയും പ്രസവിക്കപ്പെട്ടപ്പോ വലത്തെ ചവിട്ടിൽ ബാങ്കും ഇടത് ചവിട്ടിൽ ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞതാണ്. എന്റെ ബാങ്കും ഇഖാമത്തും കൊടുത്തിരിക്കുന്നു. എന്റെ ജമാഅത്ത് അതുകൊണ്ട് ഏത് സമയത്തുണ്ടാവുന്നതാണ്. അത് എന്ന് നടന്നാലും എനിക്ക് വിരോധമില്ല. അന്ന് വരെ ഞാൻ എന്റെ റബ്ബിന്റെ പൊരുത്തത്തിൽ പ്രവർത്തിച്ചാൽ എന്നെന്റെ ജമാഅത്ത് പ്രഖ്യാപിച്ചോ എന്ന് നടക്കട്ടെ, എനിക്കതിൽ സന്തോഷം വരുന്നു. ആ നിലക്ക് ചിന്തയുള്ള ഒരാൾക്ക് അടങ്ങി നിൽക്കാൻ കഴിയുകയില്ല. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ അയാൾ ഇരിക്കും. അവരാണ് സംഘടനാ നേതാക്കന്മാരാകുന്നത്, സംഘടനാ ലീഡർമാരാകുന്നത്, സംഘടനാ വർക്കന്മാരാകുന്നത്, സ്ഥാപന പ്രവർത്തകന്മാരാകുന്നത്. നമ്മളും അതിൽ പങ്കാളികളാകണം. ഏത് സമയത്തും നിങ്ങൾ നോക്കൂ, മരണത്തെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മനുഷ്യൻ ദോഷം ചെയ്യുന്നു. ദോഷങ്ങൾ ചെയ്യുമ്പോൾ കരിവാലിക്കുന്നത് അവന്റെ ഹൃദയമാണ്. അവന്റെ ഹൃദയം ദോഷം കൊണ്ട് മേഘാവൃതമാകുന്നു. ഓക്കൂ, കൈ കൊണ്ട് ദോഷം ചെയ്യുമ്പോൾ കൈ കറുക്കുന്നില്ല, കണ്ണുകൊണ്ട് ദോഷം ചെയ്യുമ്പോൾ കണ്ണ് കറുക്കുന്നില്ല, നാവ് കൊണ്ടും ചുണ്ടുകൊണ്ടും മുഖം കൊണ്ടും അവയവങ്ങളെ കൊണ്ടും ദോഷം ചെയ്യുമ്പോൾ ഒരവയവങ്ങളും കറുക്കുന്നില്ല. അതേ സമയത്ത് ഏത് അവയവം എന്ത് ചെയ്ത് തെറ്റ് ചെയ്താൽ മനുഷ്യന്റെ ശരീരത്തിൽ എപ്പോഴും കണ്ണാടി ഏൽക്കേണ്ട ഹൃദയം കറുത്തു പോകുന്നു. കറുത്ത ഹൃദയമുള്ളവന്റെ മനസ്സിലേക്ക് ഒരു ഉപദേശവും പ്രവേശിക്കുകയില്ല. നിങ്ങൾ കണ്ടു കാണുന്നില്ലേ, ഒരു വയല് പറയുന്ന സദസ്സിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകൾ കരയുന്നു. അപ്പൊ വയല് പറയണ പോലെയാലോ അയാൾ പിന്നെ എന്ന് ഇത് തന്നെ പറയുന്നുണ്ട്. അയാൾ ചിലപ്പോ എല്ലാ ദിവസവും കരയണമെന്നില്ല. അതേ സമയത്ത് വയല് കേൾക്കുന്ന ആളുകൾ അത് ആദ്യമായി കേൾക്കുകയായിരിക്കും. അങ്ങനെയുള്ള സദസ്സിലേക്ക് അങ്ങ് നോക്കിയാൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ കരയുന്നു. ബാക്കിയുള്ള ആളുകൾ അന്തം വിട്ടിങ്ങനെ നോക്കുന്നു. എന്താണ് അന്തം വിട്ടത്? അവൻ ആലോചിക്കണ എന്തിനാണ് ഇവൻ കരയുന്നത് എന്നാണ്. ഈ രണ്ട് മനുഷ്യന്മാരെ വ്യത്യാസം എന്താണെന്നറിയോ? ദോഷം അങ്ങ് ഹൃദയത്തിൽ കട്ട പിടിച്ചത് കൊണ്ട് ഈ ഉപദേശം അയാളെ ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. അതേ സമയത്ത് താരതമ്യേന ദോഷം കുറഞ്ഞു പോയവന്റെ ഹൃദയത്തിലേക്ക് ഈ വയലങ്ങ് അങ്കുരിക്കുന്നതിനാൽ ഒന്നങ്ങ് പെടഞ്ഞുകൊണ്ട് കണ്ണെന്ന് വെള്ളമൊലിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്മാർ ദോഷം ചെയ്യുമ്പോൾ കറുത്തുന്നത് ഹൃദയമാണ്. ഹൃദയത്തിൽ കറുപ്പുണ്ടായി ഈമാനിക തത്വോപദേശങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് എഫക്ട് ചെയ്യുകയില്ലെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, മുത്തുനബിയെ, ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ അത് തീയിൽ വെച്ചാൽ തുരുമ്പ് പോകുമല്ലോ, എന്താ ഹൃദയത്തിന് ദോഷത്തിന്റെ തുരുമ്പേറ്റാലും ആ കറമാഞ്ഞു പോകാം, എന്ത് പ്രവർത്തനമാണ് നടത്തേണ്ടത്? സഹാബത്തിന്റെ മനസ്സ് വായിച്ച മുത്തുനബി പറയണം, അതിന് രണ്ട് ചികിത്സയുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതലാൽ. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ ഹൃദയത്തിലുള്ള ദോഷങ്ങൾ ഇങ്ങനെ ചുരണ്ടി പോകും. അതുപോലെ മരണത്തെ പറ്റിയുള്ള ഓർമ്മ അവന്റെ ഹൃദയത്തിലെ ദോഷങ്ങളെ പൊടിച്ചു കളയുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഈ പ്രസംഗപീഠത്തിന്റെ മുകളിൽ ഒന്ന് അമർത്തി എന്ന് തല്ലിയാൽ ആ തല്ലിന്റെ ശക്തി കൊണ്ട് ഇതിന്റെ അടിഭാഗത്തുള്ള പൊടിപടലങ്ങൾ നിലത്തേക്ക് ചാടുന്നത് പോലെ മരിക്കണമല്ലോ റബ്ബേ എന്നൊരു ചിന്ത ഇടയ്ക്കെന്ന് വരുമ്പോ
ദോഷത്തിന്റെ മേഘാവൃതമാക്കിയ ഒടികൾ അത് തൊഴിഞ്ഞു പോകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു. അതുകൊണ്ട് ഇടക്കിടക്ക് നമ്മൾ മരണത്തെപ്പറ്റി ഓർക്കണം. മരണത്തെപ്പറ്റി മാത്രം ഓർത്തു നിന്നാൽ ഇവിടുത്തെ പുരോഗതി തടഞ്ഞു പോകും, പുരോഗതി മുടങ്ങിപ്പോകും. ഒരു ജ്വല്ലറി കച്ചവടക്കാരൻ, ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആള്, അയാളിങ്ങനെ കട അങ്ങ് തുറക്കുമ്പോ മരിക്കണല്ലോ എന്നങ്ങ് പേടിച്ചിട്ട് ആ ചിന്തയിൽ തന്നെ നിലനിന്നു പോയാൽ പിന്നെ കച്ചവടം നടക്കില്ല. ഓരോ ബിസിനസ്സുകാരനും ഈ ഒരൊറ്റ ചിന്തയിൽ മുടിയാലും രാജ്യം ഇരുണ്ടടഞ്ഞു പോകും. അതുകൊണ്ട് മുത്തുനബി പറഞ്ഞു, നിങ്ങൾ ഖൗഫ് റജാഇന്റെ ഇടയിൽ ജീവിക്കണം. എന്താ ഖൗഫ് റജാഇന്റെ ഇടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാല്, ഇടയ്ക്കിങ് പേടി വരണം, എനിക്ക് മരിക്കണമല്ലോ. ഉടനെ റജായ്, എന്താ റജായ്? മരിച്ചാൽ എന്താ, ഞാൻ ഒരാളോടും പൊരുത്തപ്പെടിക്കാറില്ലല്ലോ, ഞാൻ എന്റെ റബ്ബിനൊന്നും കൊടുത്തു വീട്ടാറില്ലല്ലോ, പിന്നെ മരിച്ചാൽ എന്താ, എനിക്ക് സ്വർഗം കിട്ടും. ഈ ചിന്തക്കാരൻ റജാഗ്. ഇത് രണ്ടിന്റെ ഇടയിലാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചാൽ നാട്ടിൽ പുരോഗതിയും ഉണ്ടാകും, ഇയാൾ നന്നാവുകയും ഇയാളെ കണ്ടുകൊണ്ട് മനുഷ്യന്മാർ നന്നാവുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വെള്ളത് പൈസയോടുകൂടെയും ടി അബ്ദുള്ള കുട്ടി മുസ്ലിയാരോടുകൂടെയും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയപ്പോ ആ രണ്ടുപേരും മരിച്ചു എന്ന് കേട്ടപ്പോ ഒരൊറ്റ വിഷമേ എനിക്കുണ്ടായുള്ളൂ. ആ വിഷമം അവര് പഠിച്ചോനെ സ്വർഗത്തിലേക്ക് പോകുമല്ലോ എന്ന വിഷമല്ല, അവരെ എനിക്ക് ഇവിടെ നഷ്ടപ്പെട്ടല്ലോ എന്ന ദുഃഖം. അതിനോടൊപ്പം എന്റെ മനസ്സിൽ വന്നത് ആ രണ്ടുപേരും സ്വർഗത്തിലാണല്ലോ എന്നാണ്. കാരണം ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെയും വെറുപ്പിക്കാത്ത വെള്ളില മുഹമ്മദ് പൈസയ്ക്ക് പുഞ്ചിരിയുടെ മുഖമല്ലാത്തൊരു മുഖം ഞാൻ കണ്ടിരുന്നില്ല. പുഞ്ചിരി ഈമാനിന്റെ ഭാഗമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. സദാ പുഞ്ചിരിക്കുന്ന പ്രഭയുള്ള മുഖമുള്ള ആളാണോ അയാൾ സ്വർഗാവകാശിയായി നമുക്ക് നിഗമിക്കാം. അതുകൊണ്ട് തന്നെ ആ രണ്ടാണ് മരിച്ചു എന്ന് കേട്ടപ്പോ അവര് മരിച്ചത് ഒരു നിലക്ക് സന്തോഷായി, അവര് നേരെ സ്വർഗത്തിലേക്ക് പോയല്ലോ. ആ നിലക്ക് ഞാനും മരിക്കേണ്ടി വരുമല്ലോ. എന്റെ ആഖിബത്തിനെ പറ്റി എനിക്കെന്ത് വേണം? ഒരു തുമഈനത്ത് വേണം, ഒരു നിർഭയത്വം വേണം. അഥവാ ഞാന് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്നാൽ കഴിയുന്ന സംഗതികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു അർഹമുർ റഹീമായതിനാൽ എന്നോട് കൃപ ചെയ്യും, എനിക്ക് കലിമ ചൊല്ലി മരിക്കാൻ സാധ്യമാകും. ഈ പ്രതീക്ഷയാണ് നമ്മെ ഓരോരുത്തരും കൂടുതൽ സംഘടനയുമായി അടുപ്പിക്കുന്നത്, സ്ഥാപനത്തിന്റെ വർക്കുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ കച്ചവടം നഷ്ടമായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും നല്ല വയവ് മരണത്തെ പറ്റിയുള്ള വയവാണ്. ഏറ്റവും നല്ല ചിന്ത മരണത്തെ പറ്റിയുള്ള ചിന്തയാണ്. അത് മനുഷ്യനെ നന്നാക്കിയെടുക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഷോളറിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത വയവ് നിങ്ങൾക്കൊക്കെ കാണാതെ കുറ്റം. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുറൂബൂർ. ഇതൊരു പൊതുസമ്മേളനത്തിലെ വയവല്ല. 24 മണിക്കൂറും 100% ദീനിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇബ്നു ഉമർ തങ്ങളെ ഉമറിന്റെ ഷോളറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുകയാണ്, എന്തിനാ നമ്മൾ ഈ ദുന്യാവിന് ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? അതുപോലെ നമ്മൾ ഇവിടെ ഒരു യാത്രക്കാരനാണ്. ഈ യാത്രക്കാരൻ ഒരു സ്ഥലത്ത് ഇവിടെ യാത്ര ചെയ്യും, അവിടെ എന്ത് സൗഭാഗ്യം കണ്ടാലും അയാള് അതിരുകൂല. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഗൾഫിലുള്ളതുപോലെ ഒരു ടോയ്ലറ്റ് പോലും നമ്മുടെ ഒന്നും വീടുകളിലില്ല. ഗൾഫിലുള്ളതുപോലെ ഒരു റോഡ് പോലും, റോഡിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് പോലും നമ്മളെ നാടിലില്ല. എന്നിട്ട് പോട്ടെ, അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന
പാത്രത്തിന്റെ വൃത്തിയുള്ള ഒരു പ്ലേറ്റ് പോലും നമ്മുടെ മിക്ക വീടുകളിലുമില്ല. അവിടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി രുചി പോലും നമ്മുടെ ഇവിടുത്തെ ഭക്ഷണത്തിനില്ല. എന്നിട്ട് പോലും ഓരോ ഗൾഫുകാരും MA യൂസുഫ് അലി പോലും ആഗ്രഹിക്കുന്നത് എന്താണ്? തന്റെ നാട്ടിൽ എത്തിപ്പെടണം എന്നാണ്. അതെന്താണ്? ഒരു യാത്രക്കാരന്റെ തിയറി എങ്ങനെയാണ്? ഇവിടെ എന്ത് ഭാഗ്യമുണ്ടായാലും എന്റെ നാടിതല്ല, അതുകൊണ്ട് എന്റെ നാട് എന്ന ചിന്ത വരുന്നു. അതുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ നമ്മളിവിടെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഈ ദുന്യാവ് നമ്മുടെ ഒരു നാടല്ല, നമ്മുടെ യഥാർത്ഥ നാട് മഹ്ശറയാൻ, അവിടെ സ്വർഗത്തിലെത്തലാണ് ലക്ഷ്യം. അതുകൊണ്ടൊരു യാത്രക്കാരനായി ഇവിടെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കണേ. وَعُدَّ نَفْسَكَ مِنْ أَصْحَابِ الْقُبُورِ. ഖബറിൽ അടക്കം ചെയ്യപ്പെട്ട എന്റെ സഹിബാണ് നമ്മൾ. നമ്മുടെ മെത്തയും നമ്മുടെ ബെഡ്റൂമിന്റെ സൗകര്യങ്ങളൊന്നും ശാശ്വതമല്ല. ഒരാളും സഹായിക്കാനില്ലാത്ത 6 അടി മണ്ണിൽ പോയി കിടക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ മുഴുകരുത് മോനെ. വ്യക്തിപരമായി പറയുന്ന വാളാണിത്. ഇനി സമൂഹത്തോടുള്ള വാദം ഇത് തന്നെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ذات يوم فبكى. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ഒരു ദിവസം വാള് പറഞ്ഞു. ഫബക, ആ വാള് കേട്ടിട്ട് ഞങ്ങളെല്ലാം കരഞ്ഞുപോയി. ഹദീസിന്റെ തലക്കെട്ട് കണ്ടപ്പോ എനിക്ക് വലിയ ആവേശമായി. ആ വാളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത് വേറെ എവിടെയെങ്കിലും കാച്ചാലോ എന്ന നിലയ്ക്ക് ആ വാള് അതൊരു മിനിറ്റ് പോലുമില്ല. ആകെ മുത്തുനബി പറഞ്ഞ വാള് ഇത്രയാണ്: വലൗ നളറത്തും ഇലൽ അജലി വമസീരിഹി ലാബഗതുഹുൽ അമല വൽ ഗുറൂറ ലാബഗതുഹുൽ അമല വൽ ഗുറൂറ. ഇത്രേ വാളുള്ളൂ. അതിന്റെ മലയാളം എന്താണെന്നറിയോ? വലൗ നളറത്തും ഇലൽ മജിലൽ അജലി വസീരി ലാബഗതുഹുൽ അമല വൽ ഗുറൂറ. ഒരു മനുഷ്യൻ അവന്റെ നൈമിഷികമായ ആയുസ്സിനെ പറ്റിയും ആ ആയുസ്സിന്റെ സഞ്ചാരപഥത്തെ പറ്റിയും ആലോചിക്കുകയാണെങ്കിൽ ഈ നൈമിഷികമായ ദുന്യാവിന്റെ സുഖ സൗകര്യങ്ങൾ വീണുപോവുകയില്ലല്ലോ. എവിടെ സഹോദരന്മാരെ ഇതിലിപ്പോ ഇത്ര മാത്രം കരയാൻ? എന്തേ നിങ്ങളാരും ഇത് ഈ വാത് കേട്ടിട്ട് കരയാതിരുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ذات يوم فبكى. മുത്തുനബി ഒരു ദിവസം ഞങ്ങളോട് വാവ് പറഞ്ഞിട്ട് ഞങ്ങളത് കേട്ട് കരഞ്ഞുപോയി. വാവ് ഇത്ര മാത്രമുള്ളൂ. ഇവിടെ എവിടെയാ കരയുന്നത്? എന്നാൽ ഈ വാത് തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ ഇവിടെ വാത് തുടങ്ങിയത് ബഹുമാനപ്പെട്ട എന്റെ പ്രസ്ഥാന നേതാക്കളെ, നാട്ടിലെ കാരണവന്മാരെ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, ഇങ്ങനെ അഭിസംബോധനം ചെയ്തുകൊണ്ടല്ലേ ഞാൻ പ്രസംഗം തുടങ്ങിയത്. എന്നാൽ ഈ വാത് മുത്തുനബി തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ? തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ: യാമനിൽ മൗതു ഗായതു, യാമനിൽ മൗതു ഗായതു. നിങ്ങളെപ്പോലെ സഹാബത്ത് വാള് കേൾക്കാൻ വന്നിരിക്കുന്നു. പക്ഷെ കസേരയിലല്ല, മാർബിൾ പഠിച്ച അകത്തല്ല, മണലിൽ പടിഞ്ഞിരിക്കുകയാണ്. മുത്തുനബിയുടെ അകത്ത പള്ളി പോലും മണൽ നിബിഡമാണ്. അവിടെ ഇരിക്കുകയാണ് സഹാബത്ത്. വാള് കേൾക്കാനാണ് ഇരിപ്പ്. അവരോട് ആദ്യമായി മുത്തുനബി പറഞ്ഞത് ബഹുമാനപ്പെട്ട നാട്ടുകാരെ എന്നല്ല, മറിച്ച് യാമനിൽ മൗത്തുകായത്തു, മരണം ആസന്നമായി കൊണ്ടിരിക്കുന്ന ജനങ്ങളെ.
ഇത് കേട്ടപ്പോ വയറ് തുടങ്ങുന്നതിന് തന്നെ അഭിസംബോധനം കേട്ടിട്ട് സഹാബത്തങ്ങ് ഞെടുങ്ങി. ഒന്നങ്ങ് അവർ ഞെരുങ്ങുകയാണ്. ഞങ്ങളിതാ മരണവും കാത്തു നിൽക്കുന്നവരാണെന്നല്ലേ മുത്തുനബി പറഞ്ഞത്. ഉടനെ അവരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് റസൂലുള്ള പറയുന്നു, വയാമനിൽ ഖബർ മൻസിലൂ, ഖബർ വീടായി സ്വീകരിക്കാൻ സമയം അടുത്തിരിക്കുന്ന ജനങ്ങളെ. ഇതും കൂടി അങ്ങ് കേട്ടപ്പോ സഹാബത്തൊന്നങ്ങ് വിരുമ്പി. എന്നാ ഈ വിരുമ്പുന്ന സഹാബത്തിനോട് മൂന്നാമതായി അവരെന്ന് പറഞ്ഞത് കഫനുസിത്രം, ഈ തുണി സ്വന്തം വസ്ത്രമായി പുറക്കാൻ സമയമടുത്തിരിക്കുന്ന ജനങ്ങള്. ഇതങ്ങ് കേട്ടപ്പോൾ സഹാബത്തിന്റെ വിരുമ്പൽ കരച്ചിലായി മാറുന്നു. നിങ്ങൾ വേങ്ങര ടൗണിൽ പോയി നിങ്ങളെ ഭാര്യയ്ക്ക് ഒരു ചുരിദാർ എടുക്കുന്നു, നിങ്ങളെ കുട്ടിക്ക് പെരുന്നാളായതുകൊണ്ട് ഒരു ടീഷർട്ട് എടുക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതേ തുണിശാപ്പിൽ നിങ്ങളെ പൊതിയാനുള്ള 3 തുണിക്കഷ്ടം റെഡിയായി നിൽക്കുന്നുണ്ടെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മഹന്മാരായ സഹാബത്ത് ഇതിനെ പറ്റിയൊക്കെ ഓർത്തിട്ട് അവരങ്ങ് വിരുമ്പി കരയുമ്പോ മുത്തുനബി നാലാമതായി അവർ അഭിസംബോധനം ചെയ്യുന്നത് തലയണ മണ്ണ്, കളിമണ്ണ് തലയണ സ്വീകരിക്കാൻ സമയമായി ജനങ്ങളെ. സഹോദരിമാരെ, കുട്ടികളെ, മയ്യത്തിനെ കുളിപ്പിച്ച് പൊതിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? 3 തുണി കൊണ്ട് പൊതിയുന്നു. പൊതിഞ്ഞ ശേഷം തലയുടെ ഭാഗത്ത് കൂട്ടിക്കെട്ടുന്നു, കാലിന്റെ ഭാഗത്തും കൂട്ടിക്കെട്ടുന്നു. ഈ മയ്യത്തൻ കഴിഞ്ഞ് ഖബറിന്റെ അടുത്ത് ലിംഗത്ത് കെട്ടിലങ്ങ് വെച്ചിട്ട് ഈ ഖബറിലേക്ക് അങ്ങ് ഇറക്കും. ഖബറ് കുത്തിയ ആളെ പണി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഖബറിന്റെ കുഴിയിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് തലയിലെ കെട്ടി പൊടിക്കുന്നു, അത് അഴിക്കുന്നു. എന്നിട്ട് മുഖത്തുള്ള തുണിശീല ഒഴിവാക്കുന്നു. എന്നിട്ട് ഒരു പിടി കുഴച്ച മണ്ണ്. എന്തിനാ ഇപ്പോ ഈ ദിവസമൊക്കെയാണ് നമ്മൾ മരിക്കണതെങ്കിൽ മണ്ണ് കുഴക്കണ്ട. ഖബറിന്റെ ഉള്ളിലെ മണ്ണ് തന്നെ നിറഞ്ഞിട്ടുണ്ടാകും. ആ നിറഞ്ഞ മണ്ണ് അല്പം ഒന്ന് മാന്തിയിട്ട് ഒരു ചെറിയ പതി ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്ത്രീകള് നിങ്ങൾ പൗഡറിട്ട് മിനുസമാക്കുന്ന മുഖമില്ലേ? ആ മുഖം കളിമണ്ണിലേക്ക് അമർത്തി വെക്കുന്നു. മുത്തുനബി തന്റെ സഹാബത്തിനോട് തലേണയായി സ്വീകരിക്കാൻ സമയമായിരിക്കുന്ന ജനങ്ങളെ ഇങ്ങനെ അങ്ങ് അഭിസംബോധനം ചെയ്തപ്പോ സഹാബത്ത് നിയന്ത്രണം വിട്ട് കരയുകയാണ്. വയറ് തുടങ്ങിയിട്ടില്ല, വയറ് തുടങ്ങുന്നില്ല. വയറ് കേൾക്കാൻ വന്ന ആളുകളെ അഭിസംബോധനം ചെയ്തു നോക്കിയാണ്. 4 അഭിസംബോധനം കേട്ടോ നിയന്ത്രണം വിട്ട് സഹാബത്തങ്ങ് കരയുമ്പോ 5ാമതായി മുത്തുനബി അവരെ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെയാണ്. വയാമനിൽ എന്ന 2 മലക്കുകള് സന്ദർശിക്കാൻ സമയമെടുത്തിരിക്കുന്ന ജനങ്ങള്. ഓ എന്റെ കുട്ടികളെ, ഉമ്മമാരെ, അതൊരു സത്യമല്ലേ? ഏത് വലിയ ഉസ്താദായാലും അവരെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചാൽ തെൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? 2 മലക്കുകൾ നിങ്ങളെ അടുത്തേക്ക് വരികയാണ്. അവര് 2 പേരും നിങ്ങളെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് അവര് നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ പതർച്ചയില്ലാതെ മറുപടി പറയണേ. മാനായ എന്നെ ഉസ്താദിന്റെ ജനവിധേ വാചകം ചൊല്ലിക്കൊടുക്കുന്നു. അതുപോലെ ഖബർ
ഖബറുൽ മറ്റൊരു നേതാവായ താജുൽ ഉലമയെ ഖബറിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിയ ശേഷം ഖബറുൽ ഉലമ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാഗത്ത് ചെന്നുകൊണ്ട് ഇതേ വാചകം ചൊടുക്കുന്നു. എന്നാൽ ഖബറിന്റെ ഏറ്റവും ഇഷ്ടം അവിടുത്തെ പ്രധാന ഗുരുനാഥൻ ഉസ്താദ് വഫാത്തായപ്പോ ഉസ്താദിന്റെ മണ്ണിട്ട് മൂടിയ ശേഷം അദ്ദേഹത്തിന്റെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ഇതേ വാചകം ഖബറുൽ ചൊല്ലിക്കൊടുക്കുന്നു. എത്ര വലിയ ശൈഖായാലും വലിയായാലും മുങ്കർ നക്കീറെന്ന മലക്കിന്റെ ക്വസ്റ്റ്യൻ വരാനുണ്ട്. ഈ വക കാര്യങ്ങളെ പറ്റി അടുത്തിരിക്കുന്ന ജനങ്ങള് ഇതും കൂടെ അങ്ങ് കേട്ടപ്പോ സഹാബത്ത് വല്ലാതെ കരയുകയാണ്. ആ കരയുന്ന സഹാബത്തിലെ ആറാമതായി അല്ലാഹുവിന്റെ റസൂൽ അഭിമുഖീകരിച്ചത് യാ അയ്യുഹൽ മുവദ്ദിഹു ഗദൻ യുർസാ, നാളെ തന്നെ സ്വന്തം ഇണയോട് വിട പറയാൻ സമയമായിരിക്കുന്ന ജനങ്ങള്, സ്വന്തം ഭാര്യയോട് വിട പറയാൻ സമയമായിരിക്കുന്ന ജനങ്ങള്. ഇതും കൂടെ അങ്ങ് കേട്ടപ്പോ സഹാബാക്കളുടെ കരച്ചിലിന്റെ ശക്തി കൂടി. ആ നിയന്ത്രണം വിട്ട് കരയുന്ന സഹാബത്തിനോട് ഇനി വാഴ് പറയണ്ട്. വാഴ് തുടങ്ങിയിട്ടില്ലല്ലോ. വാഴ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവര് നിയന്ത്രണം വിട്ട് കരയുകയല്ലേ. ആ കരയുന്ന സാധന സൈലന്റാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, കമ്മിൻ മുസ്തഖ്ബിലിൻ യൗമൻ ലാ യസ്തക്ബിറു വകമ്മിൻ മുൻതദിറൻ ഗദൻ ലാ യബ്ലുഗു. നിങ്ങൾ കരയുന്നു എന്ന് കരുതി എനിക്ക് ഇങ്ങനെയല്ലാതെ നിങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുകയില്ല. കാരണം കമ്മിൻ മുസ്തഖ്ബിലിൻ യൗമൻ ലാ യസ്തക്ബിറു, നമ്മളിൽ എത്ര മനുഷ്യന്മാർ രാവിലെ എഴുന്നേൽക്കുന്നു, പലർക്കും ആ ദിവസം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. പലർക്കും രാവിലെ അവർ എഴുന്നേൽക്കുന്നു, പക്ഷേ അന്ന് വൈകുന്നേരം പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. അതുപോലെ നാളെ കാണാമെന്ന് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം പലരും പിരിയുന്നു. എന്നാൽ പലർക്കും അവർക്ക് രാത്രി അവർക്ക് നേരം വിടാൻ കഴിയുന്നില്ലല്ലോ. നമ്മളെ SYSSFന്റെ മക്കളിപ്പോ സാഹിത്യോത്സവം എല്ലായിടത്തും നടത്തി ഭയങ്കര പരിപാടി. അങ്ങനെ കക്കോവ് യൂണിറ്റിൽ ഇതിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ഷാഹുൽ അമീർ, അദ്ദേഹം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി വളരെ വൈകി പോയി കിടന്നിട്ട് കിടന്ന ശേഷം യൂണിറ്റിലേക്ക് ഫോൺ ചെയ്യാൻ, പിന്നെ പന്തലിന്റെ ദാർപ്പായി ഞാൻ കൊണ്ടുപോകും, അതിലൊരു ഷീറ്റ് മറന്നു പേച്ചു പോയി എന്റെ ഓർമ്മ. 2 കയ്യിൽ നിന്ന് വാങ്ങിയത് കട മാറിക്കൊടുത്തെന്നാണ് എന്റെ ഓർമ്മ. അതിപ്പോ ഞാൻ രാവിലെ ശരിയാക്കാം, സമയം 12 മണിയായില്ലേ, ഞാൻ സുബഹിന് ശേഷം വരാം, എന്നിട്ട് മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞു കണ്ടാണ് ഈ കുട്ടി കടന്നുറങ്ങണത്. രാവിലെ സുബഹിക്ക് നിൽക്കുന്നില്ല. ഈ SSFന്റെ പ്രവർത്തകൻ സുബഹിക്ക് നിൽക്കുന്നില്ല. നാളെ കാണാമെന്ന് പറഞ്ഞ് പിരിയുന്ന പലരെയും നമ്മൾ നാളെ കാണുന്നില്ലല്ലോ. ഈ ഒരു കണ്ടീഷനിൽ ഓരോരുത്തർക്കും അല്ലാഹു തആല കണക്കാക്കിയ ആയുസ്, ആ ആയുസിന്റെ ഭ്രമണം, അതിന്റെ സഞ്ചാരപടവും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ നൈമിഷികമായ ഭൂമിയുടെ ചതിയിൽ നമ്മൾ വീണ് പോവുകയില്ലല്ലോ. അതുകൊണ്ട് വീണ് പോകരുത്. നല്ലൊരു
കണ്ടോ, വേദ കുറച്ചോളൂ. പക്ഷേ ആ വേദ കേൾക്കാൻ വന്ന ജനങ്ങളെല്ലാം കരയുന്നു. ഈ നിനക്ക് അള്ളാഹുവിന്റെ ഹബീബ് നല്ല വേദ പറഞ്ഞു. അങ്ങനെ വേദ പറഞ്ഞാണ് ആ കാട്ടു മനുഷ്യന്മാരായ ആള് പിന്നീട് സ്ഫുടനങ്ങ് ചെയ്തപ്പോൾ റളിയല്ലാഹു അൻഹു അല്ല പറഞ്ഞു പോയി. അവരൊക്കെ പഠിച്ചോ തൃപ്തിപ്പെട്ടാലാണ്. അത് ഇങ്ങനെ കുറിക്കുകൊണ്ട വേദ കൊടുത്തിട്ട് ഹൃദയം കെട്ട് സ്ഫുടമാക്കുക അല്ലാതെ റസൂൽ ചെയ്ത്. റസൂലുള്ളാഹിന്റെ വേദകൾ നിങ്ങൾ നോക്കണ്ടേ, എത്ര വേദകളാണ് അവിടുന്ന് പറഞ്ഞത്. ഓരോ വേദകളും അവിടുത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ. മുത്തുനബിയുടെ ചരിത്രത്തിൽ കാണാം, മുത്തുനബിക്ക് മൂത്രിക്കാൻ തോന്നിയാൽ ഉടനെ മൂത്രിക്കുന്നു. മൂത്രിച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ അവിടെ വെള്ളമല്ല, തൊട്ടപ്പുറത്ത് വെള്ളമുണ്ട്. അവിടേക്ക് മനോഹരം പിടിച്ചു പോയാൽ മതി. മുത്തുനബി അത് ചെയ്യുന്നില്ല. ഇവിടുന്ന് കല്ലുകൊണ്ടോ മണ്ണ് കൊണ്ടോ മനോഹരിച്ചിട്ട് പിന്നെ അവിടെ പോയിട്ട് വെള്ളം കൊണ്ട് മനോഹരിക്കുന്നു. എന്താ മുത്തുനബി പഠിപ്പിക്കുന്നത്? ഒരു ആള് ഇവിടെ മൂത്രിച്ചിട്ട് പൂർണ്ണമായി ശുദ്ധിയാക്കാൻ അവിടെ സൗകര്യമുണ്ടായതുകൊണ്ട് അവിടെ പോയി ശുദ്ധീകരിച്ചാൽ മതി. പക്ഷെ അവിടെ എത്തും എന്നതിന്റെ ഉറപ്പ് എന്താണ്? അതുകൊണ്ട് മുത്തുനബി ഇവിടുന്ന് കല്ലുകൊണ്ട് ശുദ്ധിയാക്കുന്നു. പിന്നീട് അവിടെ എത്തിയത് കൊണ്ട് അവിടുന്ന് വെള്ളം കൊണ്ടും അത് പൂർണ്ണമായി ശുദ്ധിയാക്കുന്നു. ഇത്രേ മുത്തുനബി ഈ ദുന്യാവിന് വില കണ്ടിട്ടുള്ളൂ. അത് സഹാബത്തിനെ മാറ്റി ചിന്തിപ്പിക്കുക. അതുപോലെ ഒരു നിസ്കാരം സലാം വിട്ടിട്ട് മുത്തുനബി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. അത്ഭുതപ്പെടാൻ കാരണം സാധാരണ അങ്ങനെ എഴുന്നേൽക്കില്ല. ഔറാദുകളും ദ്വായും കഴിഞ്ഞ് എഴുന്നേൽക്കാറുള്ളൂ. പെട്ടെന്ന് എഴുന്നേറ്റ് സഹാബത്തിന്റെ പെരടി ചവിട്ടിക്കിടന്നു എന്നാണ് ഹദീസ് കാണുന്നത്. സഹാബാക്കൾ അങ്ങനെ ചെയ്യാറില്ല, അവരൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവരെ പെരടി കൂടെ അങ്ങോട്ട് കയറി റൂമിൽ പോയി. എന്നിട്ട് അല്പസമയം കഴിഞ്ഞ് തിരിച്ച് ഇതേ സ്പോട്ടിൽ ഇരുന്നിട്ട് ദിക്റുകളും ദ്വാകളും നടത്തിയ ശേഷം അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്കിപ്പോ ഒരു സംശയം ഉണ്ടാവൂലേ, ഞാൻ എന്റെ സലാം വീട്ടിയ ഉടനെ എന്റെ റൂമിലേക്ക് പോയി. എനിക്ക് സദഖ കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട കുറച്ച് സംഖ്യ എന്റെ വീട്ടിലുണ്ടായിരുന്നു. സലാം വീട്ടിയപ്പോഴാ ഓർമ്മയായതിനെ പറ്റി. അപ്പൊ പിന്നെ ദുആ കഴിഞ്ഞിട്ട് കൊടുത്താ മതി എന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. കാരണം അതുവരെ ഞാൻ ജീവിക്കുന്നത് എന്താ തെളിവ്? ഓർമ്മ വന്ന ഉടനെ അതങ്ങ് കൊടുക്കുക. ഇങ്ങനെ ഈ ദുന്യാവ് നൈമിഷികമായി പ്രവാചകൻ പരിചയപ്പെടുത്തി ആപത്തിനെ ഏറ്റവും നല്ലവരാക്കി മാറ്റി. നമ്മളും ചെയ്യേണ്ട അങ്ങനെയാണ്. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുക. ആരെങ്കിലും പ്രവർത്തിക്കുന്നതാണെമ്പോ മൂപ്പര് കഴിയുമ്പോൾ കാര്യലാഭം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ബോർഡൊന്നും ആവില്ല. നമ്മളെന്താ പ്രവർത്തിക്കാത്തത് ചിന്തിക്കില്ല ചില ആൾക്കാർ. അല്ല, കാര്യലാഭല്ലത്. എന്തെങ്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യുക, ആ ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെ കുറച്ചാളുകൾക്ക് മനസ്സുണ്ടാകുമ്പോ ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ വരും. ഈ സംരംഭത്തിന് നിങ്ങൾ നോക്കൂ, ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ നിങ്ങൾ നോക്കൂ, എത്രയോ ആളുകൾക്ക്, അധികമൊന്നും വേണ്ട, കുറച്ച് ആൾക്കാർക്ക് നിതാരം കിട്ടിയില്ലേ? എത്ര ആൾക്കാർ ഇതിന്റെയൊക്കെ തുടക്കത്തിന്റെ കാലം നിങ്ങൾ നോക്കൂ. ഇസ്ലാമിലേക്ക് ഒരാൾ പൊന്നെ ഷഹാത്ത് കരിമ ചൊല്ലി അയാൾ വന്നാൽ എന്താ ചെയ്യാ? ഒരു നിർഭാവമില്ല. അപ്പോ താൽക്കാലികമായി ഖുർആനൊന്ന് ഓതിപ്പഠിക്കാൻ ഒരു സംവിധാനം, അതിനുവേണ്ടി നമ്മൾ തുടങ്ങിയതല്ലേ ഇത്? എത്ര ആൾക്കാർക്ക് ആ ഹിദായത്ത് കിട്ടി. അതുകൊണ്ട് ഇതിന് ഭൂമി കൊടുത്തവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും എത്ര പ്രതിഫലം കിട്ടി. ഇങ്ങനെയല്ലേ ഇസ്ലാം നിലനിൽക്കുന്നത്? ഓരോരുത്തർ ഞാൻ മിനിയാന്ന് മജ്മഅൽ അരീക്കോട് മജ്മഅന്റെ ഓഫീസ് ചെന്നപ്പോണ്ട് 4 ചെറിയ കുട്ടികൾ, 1.5 വയസ്സായ ഒരു കുട്ടി, 4 വയസ്സായ മറ്റൊരു കുട്ടി, 7 വയസ്സായ വേറൊരു കുട്ടി, 12 വയസ്സായ മറ്റൊരു കുട്ടി, 4 കുട്ടികളൊക്കെ ആൺകുട്ടികളാണ്. ഒരു പെണ്ണും ഒരു ആണും. എന്നെ കാത്തിക്കാൻ AP ഉസ്താദിന്റെ എഴുത്തുണ്ട് കയ്യിൽ. അപ്പൊ എന്താ സംഗതി? 20 കൊല്ലം മുമ്പ് ഇസ്ലാമക്ക് വന്ന ഒരു തിരുവനന്തപുരത്തുകാരനാണ്. അയാള് 12 കൊല്ലം മുമ്പ് അരീക്കോട് എന്നൊരു സ്ഥലത്ത് നിന്ന് കല്യാണം കഴിച്ചിട്ട് അയാളെ വാടക റൂം പാർക്കാം. അങ്ങനെ അയാൾക്ക് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, വാടക കൊടുക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ അയാൾ അവസാനം ഈ കുടുംബത്തിയായിട്ട് അയാളെ പഴയ തറവാട്ടിക്ക് ചെല്ലുകയാണ്. തറവാട്ടിക്ക് ചെന്നപ്പോ അവര് കണ്ടീഷൻ വെച്ച് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഗർ വാപ്പസില്ല, അപ്പൊ അതിലാണ് പറ്റാ, പിന്നെ നമുക്ക് വളരെ സുഖമായിട്ട് താമസിക്കാം. അതിന് ഈ പെണ്ണ് തയ്യാറായില്ല. പെണ്ണ് മുസ്ലിം കുടുംബത്തിൽ പിറന്ന പെണ്ണ. അതിന് പറ്റില്ല എന്ന് ഇറങ്ങിയപ്പോ ഇവന് ഇറങ്ങി ഇവര് മർക്കസ് കവായിരുന്നു. മർക്കസ് അരീക്കോട് ഭാഗത്തു നിന്നാണെന്ന് പറഞ്ഞപ്പോ ഉടനെ ഉസ്താദ് എനിക്ക് റേറ്റ് കൊടുത്തയച്ച് എന്തെങ്കിലും വേണ്ട ചെയ്തു കൊടുക്കുക, നമുക്ക് എന്തൊക്കെ ചെയ്യാതെ.
നിങ്ങൾ ആലോചിച്ചു നോക്കി. നമ്മളിപ്പോ എന്താ, ഞാൻ വേറാക്കി എഴുത്ത് കൊടുക്കാൻ പറ്റുമോ? വേറാക്കി എഴുത്ത് കൊടുക്കാൻ പറ്റുമോ? നമ്മളിപ്പോ തൽക്കാലം നമ്മളത് പൈസ ഉണ്ടായിട്ടില്ല, സമുദായം തരും എന്നുള്ള നിലക്ക് തൊട്ടടുത്ത് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവരവിടെ പാർപ്പിച്ചിരിക്കുകയാണ് മിഞ്ഞാന്ന് രാത്രി. ഇനിയിപ്പോ അവരെ പറ്റി പഠിക്കണം, ഇവരെന്താ സ്ഥിതി എന്താണ്, പറഞ്ഞതൊക്കെ ഹക്കാണോ, അതൊക്കെ ചിന്തിക്കണമെങ്കിൽ തന്നെ ഇപ്പൊ നമുക്ക് ഇവർക്കൊരു അധീനം കൊടുക്കണ്ടേ? 4 ചെറിയ കുട്ടികളും ഒരു പെണ്ണും ഒരാണും വന്നാ എന്താ നമ്മൾ ചെയ്യാം? അപ്പൊ തൽക്കാലം പാർപ്പിച്ച് ഇനിയിപ്പോ നല്ലനക്ക് പോകുന്നവരാണെങ്കിൽ എന്തായാലും 4 ആൺകുട്ടികളുണ്ടല്ലോ, 1-1.5, 4, 7, 12 വയസ്സായ കുട്ടികളും അവർ നമ്മൾ എന്തായാലും സംരക്ഷിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയത്തിലേക്കൊക്കെ നമ്മൾ കിട്ടി എടുത്ത് ചാടുന്നത് എന്താന്ന് വെച്ചാല് അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. സഹായം മുഅ്മിനീങ്ങൾ ചെയ്യും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ മീഡിയ മിഷൻ ഞാനിവിടെ പ്രസംഗിക്കുന്നത് ഇപ്പം ഇത് ശ്രദ്ധിക്കുന്ന കുറെ കുട്ടികൾ ആൾക്കാർ കേൾക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങള്, ദുബായിലും അബുദാബിയിലും മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും ഇപ്പൊ ഈ വയൽ അവർ കേൾക്കുന്നുണ്ട്. അവർക്ക് പല സ്ഥലങ്ങളിലും ഇത്തരം വയതല്ലാതെ യാതൊരു സംവിധാനമില്ല. ഇതിപ്പോ SYS പ്രവർത്തനാണ്. ഈ ഒരു കുട്ടിപ്പോ 2 കമ്പ്യൂട്ടറായിട്ട് മുന്നിൽ ഇങ്ങനെ ഇരിക്കണം എന്താ വെച്ചാൽ ഇത് SYS പ്രവർത്തനാണ്. ഈ നടക്കുന്നത് നോക്കട്ടെ, ചൈനയിൽ ഇപ്പൊ ഒരു കുട്ടി ജോലി ചെയ്യുന്നു, അമേരിക്ക ജോലി ചെയ്യുന്നു, ലണ്ടനിൽ ജോലി ചെയ്യുന്നു. ആ കുട്ടിക്ക് ഇങ്ങനത്തെ വേലൊക്കെ പല നിർവാഹമുണ്ടോ? ഇല്ല. അപ്പൊ അയാൾക്ക് ഈ വേലിപ്പോ മൊബൈലിൽ കിട്ടും. നിങ്ങൾ ഈ തോണ്ടി കളിക്കുന്ന മൊബൈലിൽ നോക്കളെ, ആ തോണ്ടി കളിക്കുന്ന മൊബൈലുകളൊന്നും തുറന്നു കാണ്ടായാല് ഇസ്ലാമിക് മീഡിയ മിഷൻ അടിച്ചു വെക്കാന് ഈ വേലുകൾക്ക് ഇപ്പൊ ഇങ്ങനെ കാതിൽ കേൾക്കും. ഈ നിലക്കുള്ള സംഘടനാ പ്രവർത്തനം നമ്മൾ SYS നടത്തുന്നു. ഇതിന് വലിയ പണച്ചെലവുണ്ട്. ഈ പണച്ചെലവ് ഉണ്ടായിക്കോട്ടെ, ഇത് നോക്കൂ, ഒരാള് ഈ വേലിപ്പം നിങ്ങൾ വേല് കേട്ടിട്ട് നിങ്ങളെ മനസ്സിലൊരു ചെറിയ കിടിലം വന്നോ, ചെറിയൊരു തേങ്ങൽ വന്നോ, ആ തേങ്ങലിപ്പത് ലണ്ടനിൽ നിന്ന് കേൾക്കുന്ന കുട്ടിക്ക് വരുന്നു, ചൈനയിൽ നിന്ന് കേൾക്കുന്ന കുട്ടിക്ക് വരുന്നു. അവർക്ക് അത് മാത്രമേ സംവിധാനമുള്ളൂ. അപ്പൊ നമ്മളെ സംഘടനയിലെ ഔദ്യോഗിക സംവിധാനമാണ് ഇസ്ലാമിക് മീഡിയ മിഷൻ എന്ന് പറഞ്ഞാൽ. ഇതിനു വേണ്ടി ആദ്യമായി കോർഡിനേറ്ററായി കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ചിട്ടാൽ ആ സമ്മേളനത്തിൽ AP ഉസ്താദിന്റെ ലോഞ്ചിങ് ചെയ്ത് ആ സന്തോഷത്തോടുകൂടി കുട്ടി നാട്ടിക്ക് വരിക, ബൈക്കും വരി അത് വരെ 7 ദിവസം എടരിക്കോട് ഉറക്കൊഴിച്ച് ആ ക്ഷീണത്തോട് വരുമ്പോ മഞ്ചേരി ബൈക്ക് ഓടിക്കുന്നവിടെ ഉറങ്ങിപ്പോയി, പോസ്റ്റിലിടിച്ച് അദ്ദേഹം തലക്ഷണം മരിച്ചുപോയി. അള്ളാഹു അവിടുത്തെ ഖബറിനെ സ്വർഗത്തോപ്പായി കൊടുക്കുമാറാകട്ടെ. ആ കുട്ടി പോയി. പക്ഷേ ആ ആബിദാണ് ഇസ്ലാമിക് മീഡിയ മിഷൻ തുടങ്ങണം എന്ന് പറയുമ്പോ അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന സംരംഭം ആദ്യമായി തുടക്കം കുറിച്ച് അതിന്റെ ലോഞ്ചിങ് ചെയ്യാൻ വേണ്ടിയുള്ള കമ്പ്യൂട്ടർ ഉസ്താദിന് മുന്നിൽ കൊണ്ടേ കൊടുത്ത ആളാ. അത് കഴിഞ്ഞ ആ സന്തോഷത്തോടെ കൂടെ വീട്ടിക്ക് പോകുമ്പോ അതേ ആ സമയത്ത് മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇവിടെ നിലനിൽക്കുന്നു. ഇനി ആ കുടുംബത്തെ പറ്റി മരിച്ചപ്പോഴാ പലപ്പോഴും നമ്മളെ സ്ഥിതി എങ്ങനെയാണ്? നമ്മളിങ്ങനെ ചിരി കാണും, വസ്ത്രം കാണും, ഇവരൊക്കെ ഭയങ്കര ഉഷാറാന്ന് മനസ്സിലാക്കും. മരിച്ചു നോക്കും എന്താണ്, ഒരു പുൽക്കൊടി പോലും സ്വന്തമായവർക്കില്ല. ഈ കുടുംബത്തിന് പുൽക്കൊടി പോലും സ്വന്തമായിട്ടില്ല. ഒരു വല്യമ്മയും ഒരു ഉമ്മയും ഒരു ഭാര്യയും 1.5 വയസ്സും 4.5 വയസ്സുമായ 2 കുട്ടികളുണ്ട്. ഇത് വേറെ ഒന്നും അവർക്കില്ല. വല്യമ്മാന്റെ വീട്ടില് 1.5 സെന്റോ 2 സെന്റുള്ള വീട്ടിൽ അവർ പാർത്ത് പോകുന്നതാണ്. വാപ്പ 10 കൊല്ലം മരിച്ചു പോയിട്ടുണ്ട്. മൂപ്പര് അന്യനാട്ടുകാരൻ ഈ നാട്ടിൽ വന്ന് പെണ്ണെട്ടി അമ്മായിമാന്റെ പേരിൽ പാർക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് സ്വന്തമായ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. മരിച്ചപ്പോ ഈ വിഷയം ഞാൻ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞപ്പോ SYS അപ്പൊ തന്നെ തീരുമാനിച്ചു, നമുക്ക് ആത്മീയങ്ങൾ പൈസ തരും, നമുക്ക് വീടുണ്ടാക്കി കൊടുക്കാം, അതിന് സ്ഥലം വാങ്ങണ്ടേ. അങ്ങനെ 8 ലക്ഷം ഉറുപ്പിക ചെലവില് വീട് സ്ഥലം വാങ്ങി അവിടെ ഇപ്പൊ നമ്മൾ വീടിന്റെ പണി തുടങ്ങി. വാർപ്പ് ഇന്നലെ മിനിയാന്നായിരുന്നു വാർപ്പ്. നിങ്ങൾ നോക്കൂ, നമ്മൾ ചെയ്യുന്ന ഒരു സേവനമാണ്. ഈ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച കുട്ടിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? ആ കുട്ടിയുടെ വല്യമ്മയും ഉമ്മയെയും ഭാര്യയെയും ആ 2 കുട്ടികൾക്കൊക്കെ മഴയും വെയിലും കൊള്ളാൻ താമസിക്കാൻ വീട് വേണ്ടേ? നമ്മൾ 8 സെന്റ് സ്ഥലം വാങ്ങി. അതിന് നമ്മൾ 8 ലക്ഷത്തോളം രൂപ, സെന്റിന് 93,000 രൂപ വെച്ചിട്ട് 8.18 അഥവാ 8 സെന്റും 18 പോയിന്റും നമ്മൾ സ്ഥലം വാങ്ങി. ഏകദേശം 8 ലക്ഷം രജിസ്ട്രേഷൻ അടക്കം 8 ലക്ഷം രൂപയായി. ഇപ്പൊ നമ്മൾ വീടിന്റെ വാർപ്പ് കഴിഞ്ഞു. ഇനി വാർപ്പ് ഇങ്ങനെ കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലുള്ളത്, ഇത് സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയാൻ നമുക്ക് കിട്ടിയിട്ട് വേണം, കിട്ടൽ നമ്മളൊക്കെ തരൽ തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ ആ വാതില് അതിന് ജനാലും കട്ടിലും വെക്കണം. അത് സിമന്റ് മതി എന്ന് വെക്കുമ്പോ അയൽവാസികളൊക്കെ പറയാം, ആ ഫ്രണ്ടിന്റെ വാതിലെങ്കിലും മരാണ്ടേ, ജനവാതില് മരത്തിന്റെ കട്ടിലാണ്ടേ. അപ്പൊ എന്റെ മനസ്സിൽ
അലട്ടുന്ന പ്രശ്നം അതാണ്. അതിന് സ്കിമ്മിലുള്ള വാതിലും കട്ടിലും വെക്കണമെങ്കിൽ ഇപ്പൊ 1.5 ലക്ഷം ഉറുപ്പിക ഇനി അതിന് തന്നെ വരും. അപ്പോഴേ അത് പൂർത്തി എന്തായാലും ആ പെണ്ണിന്റെ ഇതപ്പ കഴിഞ്ഞു. ഇനി അവർ പെരുന്നാളും കഴിഞ്ഞു അതിന്റെ ആ വീട് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു പ്രവർത്തനത്തിൽ ഇപ്പൊ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ സഹായിക്കാം, സഹകരിക്കാം. സ്റ്റേറ്റ് കമ്മിറ്റി ആയതുകൊണ്ട് നമ്മളിങ്ങനെ റെസീറ്റായിട്ട് ഇങ്ങനെ നടക്കൂല. ഇങ്ങനെ കേട്ടിട്ട് നിങ്ങൾ നോക്കൂ, നമ്മളെ സ്ട്രോങ് ലൈറ്റ് നാസറാജി ഈ വിഷയം അദ്ദേഹം അള്ളാഹു അവർക്കൊക്കെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ അദ്ദേഹം എല്ലാവർക്കും കൊടുക്കാൻ അവരുടെ കയ്യിൽ എപ്പോഴും പൈസ പൊടിയൊന്നുമില്ലല്ലോ, എന്താ ലൈറ്റ് കിട്ടിയിട്ട് കിട്ടാക. പക്ഷെ അവരൊക്കെ നന്നായി കൊടുക്കുന്നു. ഈ വിഷയം അറിഞ്ഞപ്പോ വളരെ സാര്യമായി 5 ലക്ഷം ഉറുപ്പിക ഭൂമി വാങ്ങി കയ്യിലെത്തിക്കുകയുണ്ടായി. അങ്ങനെ നല്ല നല്ല സഹകാരി നമുക്കുണ്ട്. അവർക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ 100 ഉറുപ്പിക തന്നവരുണ്ട്, 33 ഉറുപ്പിക തന്നവരുണ്ട്, 1000 ഉറുപ്പിക തന്ന ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിലൊക്കെ നിങ്ങൾക്കൊക്കെ പങ്കാളികളാകാം. അതിന് ഞാനുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് എന്നുകൂടെ ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ദീനീയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ഇതുണ്ടോ നിങ്ങൾ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇഖ്ലാസോടുകൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ വേറെ യാതൊരു ബോധ്യപ്പെടുത്തലുമില്ല. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുക. ആ പൊരുത്തം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വേറെ അമലുകളൊന്നുമില്ലല്ലോ. മഹാന്മാരായ സഹാബത്ത് അവർക്ക് കൈ കൊടുത്തതും കാല് കൊടുത്തതും കണ്ണ് കൊടുത്തതും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രൂപത്തിൽ രക്തസാക്ഷിത്വം വരിച്ചതും അങ്ങനെ എന്തെല്ലാം രക്തസാക്ഷിത്വം വരിച്ചതും അങ്ങനെ അസ്സലാമു അലൈക്കും. റാഫി കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്.